ജുമുഅ കഴിഞ്ഞാൽ ഫഇദാ ഖുളിയത്തിസ് സ്വലാത്തു ഫന്തശിറു ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹ്. ജുമുഅ കഴിഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവിന്റെ ഭൂമിയിൽ വ്യാപരിക്കുകയും അല്ലാഹുവിന്റെ ഔദാര്യം അന്വേഷിക്കുകയും ചെയ്യുക എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ഔദാര്യവും അല്ലാഹുവിന്റെ ഫضലും ഏറ്റവും കൂടുതൽ നൽകപ്പെടുന്നത് ഇൽമ് പറയപ്പെടുന്ന സദസ്സിനാണ്. അതുകൊണ്ട് ജുമുഅ കഴിഞ്ഞൊരു ഭക്ഷണത്തിന് മുമ്പേ ഇങ്ങനെ ഒരു ഭാഷണം ഇവിടെ നടക്കുകയാണ്. അല്ലാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ എന്ന് അല്ലാഹുവിനോട് ഞാൻ ദുആ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഖതീബ് ഉസ്താദ് സൂചിപ്പിച്ച പോലെ എന്റെ വളരെ ചെറിയൊരു ഓർമ്മയിൽ ഉണ്ട്, 2001 എനിക്ക് കൃത്യമായ വർഷം ഓർമ്മയില്ല, എന്തായിരുന്നാലും എനിക്ക് തോന്നുന്നു സംശയമുണ്ട്, വളരെ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെ വന്ന് കണ്ടുപോവാൻ അവസരമുണ്ടായിരുന്നു. അന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവർ ഇന്ന് ഖബറുകളിൽ വിശ്രമിക്കുന്നവർ, അള്ളാഹുരുടെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ഒരു ചെറിയ ക്ഷമാപണം നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ ഒരു സമയത്ത് നിങ്ങളെ ബുദ്ധിമുട്ടാക്കേണ്ടി വന്നത് എൻ്റെ ഒരു സമയക്കുറവ് കൊണ്ടാണ്. കാരണം ഇന്ന് അസറിന്റെ ശേഷം നമ്മുടെ സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നുംകൈ തങ്ങളുടെ ഉപ്പാന്റെ ഉറൂസ് നടക്കുകയാണ്. ദുകളത്തെടുക്കുക, എന്താ പറയല്, ദുകളെടുക്ക. അപ്പൊ അത് വളരെ ഒരു കൊല്ലം മുമ്പ് തന്നെ തങ്ങൾക്ക് കൊടുത്ത ഡേറ്റ് ആണ്. അപ്പൊ അസർക്ക് ശേഷം 4 മണിക്ക് അവിടെ എത്തുകയാണ് എന്ന കണ്ടീഷൻ ഉണ്ടെങ്കിൽ ചില കൂടെ പോയിക്കൂടി, കുഴപ്പമില്ലാതെ തങ്ങൾ പറഞ്ഞപ്പോഴാണ് നമ്മുടെ സംഘാടകർ തന്നെ ഈ വിഷയം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾ തങ്ങളോട് ചോദിക്കും, തങ്ങൾക്ക് പൊരുത്താണെങ്കിൽ ഞാൻ വരാം, കാരണം അവിടെ പരിപാടിയുണ്ട്, രാത്രി വേറെയുണ്ട്. അപ്പോ ഇതുകൊണ്ട് തങ്ങൾക്കൊരു വിഷമം വന്നു പോരുത്, വളരെ നേരത്തെ വാക്കുകൊടുത്തതല്ലേ. അതിന്റെ പേരിലാണ് നമ്മൾ ഈ ചെറിയ സമയത്തിനുള്ളിൽ, തങ്ങൾ പറഞ്ഞു 2:30 അവിടെ നിന്ന് ഇറങ്ങി പോരണം കേട്ടോ, 70 കിലോമീറ്റർ ഉണ്ട്, നിങ്ങളെ ദുബൈയിലെ റോഡല്ല, കുറെ സമയം എടുക്കും എന്നൊക്കെ പറഞ്ഞു. എന്തായാലും നമുക്കൊരു 3 മണി വരെയെങ്കിലും ഇൻഷാ അല്ലാഹ് സമയം കിട്ടുമെന്ന് വിചാരിക്കുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ എനിക്ക് നൽകപ്പെട്ടിരുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. പ്രവാസികളുമായി ബന്ധപ്പെട്ട ഒരു ശീർഷകം കണ്ടുല്ലേ, എന്താണത് പറഞ്ഞത്? പ്രവാസികൾ, പ്രവാസിയുടെ കണ്ണുനീർ, അങ്ങനെ ഒരു വിഷയം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതല്ലാതെ വേറൊരു വിഷയമാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ പോയിട്ടുള്ളത്. 2 വിഷയം ഒന്നുകൂടെ ഒന്ന് ക്ലബ് ചെയ്തിട്ട് അല്പസമയത്തിലുള്ളൂ കുറച്ച് നല്ല ചിന്തകൾ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്ന്, പ്രവാസം എന്നത് ഗുർബ എന്നാണ് അറബിയിൽ പറയാം. ഗുർബത്ത്, ഒരു മനുഷ്യൻ നാട് വിട്ടുപോയി അന്യൊരു നാട്ടിൽ ജീവിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എത്രയോ ഉസ്താദുമാർ ശരിപ്പം നാട്ടിൽ പ്രവാസികളായിരിക്കും, മലപ്പുറത്തുനിന്നോ അല്ലെങ്കിൽ കണ്ണൂരിന്നോ അങ്ങ് കൊണ്ടോട്ടിയിൽ നിന്നോ ഒക്കെ വന്ന് ഇവിടെ ജോലി ചെയ്യുന്ന ഉസ്താദുമാരുണ്ടാവും. അതവർക്കൊരു ചെറിയൊരു പ്രവാസമാണത്. നമ്മുടെ എത്രയോ സുഹൃത്തുക്കൾ ഇവിടെ നിന്ന് ബാംഗ്ലൂരിലോ ബോംബെയിലോ അല്ലെങ്കിൽ മാംഗ്ലൂർ സിറ്റിയിൽ തന്നെ സ്ഥിരമായി അവിടെ ജോലിയും താമസവും ചെയ്യുന്നവരുണ്ടാകും. കുറേയേറെ ആളുകൾ അങ്ങ് കടലും കടന്നപ്പുറത്തുണ്ടാകും, നമ്മുടെ മിഡിൽ ഈസ്റ്റ് ഗൾഫ് രാജ്യങ്ങളിൽ കാണും. ചിലരങ്ങ് ഫാർ ഈസ്റ്റിലേക്ക്, ജപ്പാനിലേക്കോ അല്ലെങ്കിൽ അങ്ങ് മലേഷ്യയിലേക്ക് പോയവർ കാണും. ചിലരങ്ങ് വീണ്ടും അങ്ങ് വെസ്റ്റിലോട്ട് മാറി യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവരുണ്ട്. സൗത്തിലേക്ക്, അങ്ങ് ഓസ്ട്രേലിയയിലേക്ക്, സൗത്ത് ഈസ്റ്റിലേക്കും സൗത്ത് വെസ്റ്റിലേക്കും ഒക്കെ യാത്ര ചെയ്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യൻ കുടിയേറി പാർക്കുകയാണ്. ഹുവല്ലദീ ദറഅകും ഫിൽ അർളി വഇലൈഹി തുർജഊൻ. അല്ലാഹുവാണ് നിങ്ങളെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പാർപ്പിച്ചത് എന്നാണ്. നമ്മൾ ഈ വഴിക്ക് ഇങ്ങനെ വരുമ്പോ ആലോചിക്കും, മഹാനായ റാഫി' ഇബ്നു ഹബീബ് റളിയല്ലാഹു അൻഹു ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് എന്തേ അങ്ങ് കാസർഗോഡോ അല്ലെങ്കിൽ അങ്ങ് തളങ്കരയിലോ അല്ലെങ്കിൽ അങ്ങ് കുമ്പളയിലോ തങ്ങാതെ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ ബന്ദിയോടും കഴിഞ്ഞ് ഉൾപ്രദേശത്തേക്ക് എന്തിനാ വന്നത്? അന്ന് ഇവിടെ വല്ല മനുഷ്യന്മാരോട് ഇതിന്റെയൊക്കെ മുമ്പ് എത്ര മഹല്ല് കഴിഞ്ഞു പോയിട്ടുണ്ടാകും, എന്തുകൊണ്ടവർ ഇങ്ങോട്ടെത്തി എന്നൊക്കെ നമ്മളൊരു ചെറിയൊരു ചിന്ത ഇങ്ങനെ വരുമ്പോഴാ ഈ ആയത്ത് നമുക്കതിന് മറുപടി തരാ. ഹുവല്ലദീ ദറഅകും ഫിൽ അർദ്. അള്ളാഹുവാണ് നിങ്ങൾ എവിടെയാണ് ജീവിക്കേണ്ടതെന്നും നിങ്ങളെ ഭൂമിയിലെ നിങ്ങളെ കൊണ്ടുപോയി പാർപ്പിച്ചത് അള്ളാഹു ചെയ്ത പണിയാണ്. നമ്മൾ ചില രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ മണിക്കൂറുകളോളം യാത്ര ചെയ്യേണ്ടി വരും. രണ്ടാഴ്ച മുമ്പ് ഞങ്ങൾ ഈജിപ്തിൽ പോയിരുന്നു. അവിടുന്ന് സീനാ മരുഭൂമിയിലൂടെ നമ്മൾ ഫലസ്തീനിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഒരു 12 മണിക്കൂറോളം ബസ്സിൽ യാത്ര ചെയ്യണം. സീനാ മരുഭൂമി, മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുമായി സംസാരിച്ച പർവ്വതങ്ങളൊക്കെ കണ്ട് ആ ഒരു യാത്ര വരുമ്പോ
10,000-കണക്കിന് കിലോമീറ്ററുകളാ നമ്മുടെ മുമ്പിൽ കിടക്കുന്നത്. യാ റബ്ബ്, ഈജിപ്തിൽ നിന്ന് എന്തിനെ ഇത്രയും ദൂരം ഈ ഒരു വെള്ളം പോലും കിട്ടാത്ത മരുഭൂമിയിലൂടെ എന്തിനവർ താമസിച്ച് ഇപ്പുറം വന്നു? എന്തുകൊണ്ട് അവിടെ തന്നെ തങ്ങിക്കൂടായിരുന്നു അവർക്ക്? ഒമാനിൽ ജോലി ചെയ്യുന്നവർക്കറിയാം, അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ ഒരു നഗരത്തിൽ നിന്ന് അടുത്തൊരു നഗരത്തിലേക്കുള്ള ദൂരം 100-കണക്കിന് കിലോമീറ്ററുകളാണ്, മരുഭൂമി മാത്രമാണ്. എന്തിനെ ജനങ്ങള് ഈ ഒരു നഗരം വിട്ട് ഇത്രയും ദൂരം സഞ്ചരിച്ചെന്തിനെ വേറൊരു നഗരത്തിലേക്ക് പോയത്? ഇങ്ങനെയൊക്കെ ആലോചിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടില്ല. എന്തിനായിരിക്കും അവർ പോയിട്ടുണ്ടാവുക? ഇവിടെ തന്നെ നിന്നാ പോരായിരുന്നോ? ഇവിടെ വെള്ളമുണ്ടല്ലോ, തണലുണ്ടല്ലോ, കൃഷിയുണ്ടല്ലോ. അപ്പോഴാണ് അള്ളാഹുവിന്റെ മറുപടി, ഹുവല്ലദീ ദറഅകും ഫിൽ അർദ്. ഭൂമിയുടെ വ്യത്യസ്തമായ ജിയോഗ്രഫികളിൽ, ഭൂമിയുടെ വ്യത്യസ്തമായ ഭൂപ്രദേശങ്ങളിൽ അതത് ഭൂമിയുടെ സ്വഭാവങ്ങൾ മനസ്സിലാക്കാനും അതത് പ്രദേശങ്ങളിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുമായി അള്ളാഹുവിന്റെ തീരുമാനമാണ് ചില ആളുകളെ ചിലയിടങ്ങളിൽ കൊണ്ടുപോയി വ്യത്യസ്ത ഇടങ്ങളിൽ നിങ്ങളെ വാരി വിതറിയത് അള്ളാഹു ചെയ്ത പണിയാണ്. അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ അള്ളാഹു നൽകിയില്ലായിരുന്നെങ്കിൽ എല്ലാവരും ഒരു നാട്ടിൽ തന്നെ നിൽക്കുമായിരുന്നു, ആരും നാട് വിട്ടു പോകില്ലായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ നാടുകളിൽ 970-കളിൽ കാലഘട്ടങ്ങളിൽ ഗൾഫ് കൺസെപ്റ്റ് വരുന്നത്. അവിടങ്ങളിൽ അള്ളാഹു നൽകി ഭൂമിയിലെ വിഭവങ്ങൾ പുറത്തേക്ക് വരുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. വിശുദ്ധ നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ സ്വഹാബികൾ, ഹബീബായ തങ്ങൾ ഒരു സമ്പത്ത് ഓഹരി വെച്ചുകൊണ്ടിരിക്കെ ചില ആളുകൾ ഞങ്ങൾക്ക് ഒരുപാട് വേണം എന്ന് പറഞ്ഞ് തർക്കിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, എന്റെ കൈകളിൽ ഖസാഇനുൽ അർദ്, ഈ ഭൂമിയുടെ നിധികൾ ഒന്നാകെ അള്ളാഹു എന്റെ കയ്യിൽ നൽകുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടം പോലെ ഞാൻ തരികയും സുമ്മ ലാ തജിദൂനനി ബഖീല, ഞാനൊരു പിശുക്കനാണെന്ന് നിങ്ങൾക്ക് തോന്നാത്ത വിധം നിങ്ങൾക്ക് എമ്പാടും തരണമെന്ന് എന്റെ ആഗ്രഹമുണ്ട്, പക്ഷേ എന്റെ കയ്യിൽ ഇത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മുത്തുനബി തങ്ങൾ പറഞ്ഞു, വല്ലാഹി ലാ അഖ്ശ അലൈക്കുമുൽ ഫഖറ, നിങ്ങൾക്ക് ദാരിദ്ര്യം വരുമോ എന്നെനിക്ക് പേടില്ല. അത് പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് പൈസ അല്ലാണ്ട് ബുദ്ധിമുട്ടായി പോവോ? പക്ഷെ ഞാൻ പേടിക്കുന്നത് അൻ തുഫ്തഹ അലൈക്കുമുദ് ദുനിയ, ഈ ലോകത്തിന്റെ വിഭവങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് ഞാൻ പേടിക്കുന്നു. ഫതനാഫസൂഹ കമാ തനാഫസൂഹ ഫതഹ്ലകൂ കമാ ഹലകൂ. അങ്ങനെ വരുമ്പോ ഭൂമിക്കുള്ളിലെ വിഭവങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു തരുമ്പോ നിങ്ങൾ അതിൽ മത്സരിക്കും. നിങ്ങൾ മത്സരിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ നശിക്കും, നിങ്ങളുടെ മുൻഗാമികൾ നശിച്ച പോലെ എന്ന് പറഞ്ഞ ഹദീസ് നമുക്ക് ഓർമ്മ വരുന്നു. ഭൂമിയിൽ നിന്ന് പെട്രോളും ഡീസലും അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ് ഇതൊക്കെ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് കിട്ടിയപ്പോഴാ മരുഭൂമിയായി കിടന്ന നാട് ആളുകൾ ഓടാൻ തുടങ്ങിയത്. ഈ കേരളം പോലെ നല്ലൊരു നാട്ടിൽ നിന്ന് എന്തിനെ മരുഭൂമിയിലേക്ക് ഓടിയതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉള്ളിൽ എണ്ണയുണ്ട്. തുഫ്തഹ അലൈക്കുമുദ് ദുനിയ, അള്ളാഹു നിങ്ങൾക്ക് ദുന്യാവങ്ങ് ഓപ്പൺ ചെയ്തു തരുന്നത്, ഉള്ളിലുണ്ട് സാധനം, അതങ്ങ് തുറന്നു തരാ. സത്യത്തിൽ ഇന്ന് സംഭവിച്ചത് അതാണ്. നമ്മൾ ഓർക്കാറുണ്ട്, അള്ളാഹുവേ, ഒരു ഓയിലും ഡീസലോ പെട്രോളോ ഒന്നും അറബ് ലോകത്തില്ലായിരുന്നെങ്കിൽ ആര് ആ നാട്ടിലേക്ക് തിരിഞ്ഞു നോക്കും? ആരുണ്ടാകുമായിരുന്നു തിരിഞ്ഞു നോക്കാൻ? മരുഭൂമിയല്ലേ. കേരളമൊക്കെ ആണെങ്കിൽ തെങ്ങെങ്കിലുണ്ടല്ലോ എന്ന് വിചാരിച്ചെന്നാൽ ടൂറിസ്റ്റെങ്കിലും വന്നേന്ന് വരും. ഈ മരുഭൂമിയിലേക്ക് ആര് പോവാനാ? പക്ഷെ അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അങ്ങനെ ഒരു സംഭവം ലോകത്ത് നടക്കാൻ പോവുകയാണ്. അതിന്റെ തുടർച്ചയാണ് നമ്മുടെ നാടുകളിൽ പ്രവാസവുമായി ബന്ധപ്പെട്ട് ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടായ വിഭവങ്ങളെ തേടിയുള്ള നമ്മുടെ യാത്രകൾ ഉണ്ടായത്. മുത്തുനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം ഓർമ്മിപ്പിച്ചു, ഒരു മനുഷ്യൻ നാട് വിട്ടു പോകുമ്പോൾ തിന്മകൾ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. നാട് വിട്ടു പോകുമ്പോൾ മനുഷ്യൻ തെറ്റ് ചെയ്യുന്ന, സ്വന്തം നാട്ടിൽ നിൽക്കുമ്പോൾ തെറ്റ് ചെയ്യാത്ത ആളുകൾ നാട് വിട്ടു പോയാൽ തെറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ ചില മക്കളൊക്കെ അവർ ചില ക്യാമ്പസുകളിൽ ചെല്ലുമ്പോഴേക്കും അവര് മയക്കുമരുന്നിന്റെയോ അല്ലെങ്കിൽ വ്യഭിചാരത്തിന്റെയോ മറ്റ് ഗ്യാങ്ങുകളിൽ ചെന്നുപോയി പെടും. നാട് വിട്ടുപോയാൽ എന്നെ ആരും അറിയില്ലല്ലോ, ഞാനിവിടെ ഒരു വിദേശിയല്ലേ, പിന്നെ ഒരു തൊട്ടടുത്തുള്ള നെയ്ബർഹുഡിൽ ആരാ ജീവിക്കുന്നത് എന്ന് പോലും അറിയാത്ത ഒരു സംസ്കാരമാണ് നമ്മുടെ ആധുനിക നാഗരിക സംസ്കാരം. അപ്പുറത്തുള്ള ആൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്ന് പത്രത്തിലേ അറിയുള്ളൂ. തൊട്ടടുത്ത റൂമുകാരൻ ആത്മഹത്യ ചെയ്തതൊക്കെ പത്രം വരുമ്പോഴാ കാണാം. പടച്ചോനെ, ഇത് എന്റെ തൊട്ടടുത്ത റൂമാണല്ലോ. അത്രയും മനുഷ്യൻ സ്വന്തം അടുത്തുള്ള ആളെ സംബന്ധിച്ച് അറിയുന്നില്ല. അങ്ങനത്തെ ഒരു ലോകമാണ്. അതുകൊണ്ട് തിന്മയുടെ സാഹചര്യങ്ങൾ കൂടുതലാണ്. അതുകൊണ്ട് എത്രയോ നല്ല മനുഷ്യന്മാർ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഗൾഫിലേക്ക് പോയിട്ട് കള്ളുകൂടി തുടങ്ങിയിട്ടുണ്ട്. എത്രയോ നല്ല ചെറുപ്പക്കാർ ഇവിടെ നിന്ന് പോയിട്ട് അവിടെ നിന്ന് കണ്ട ഫിലിപ്പീനികളെ പിന്നാലൊക്കെ കൂടിയിട്ട് അങ്ങനെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്.
അതൊരു യാഥാർത്ഥ്യമാണ്. കുറെ ആളുകൾ കുരുത്തക്കേട് കൊണ്ട് വാപ്പാര് ഇവിടുന്ന് വിസെടുത്ത് കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഇപ്പൊ ഇക്കോ നാട്ടിൽ നിൽക്കല്ലേ. അങ്ങനെ അവിടെ ചെന്ന് നന്നായിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. അങ്ങനെ കുറെ നന്നായതുണ്ട്, കുറെ കേടുവന്നതുണ്ട്. പക്ഷെ നബി തങ്ങൾ പറഞ്ഞു, ഒരു ബിലാദുൽ കുഫറിലേക്ക്, ഒരു കുഫറിന്റെ നാട്ടിലേക്ക് നിങ്ങൾ യാത്ര പോകുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല എന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്യാവശ്യമായ ഒരു ലക്ഷ്യത്തിനല്ലാതെ, ദീനിയായ ഒരു താല്പര്യത്തിനല്ലാതെ, കച്ചവട സംബന്ധമായ അത്യാവശ്യമായ ഒരു യാത്രകൾക്കല്ലാതെ വെറുതെ നാട് കാണാൻ വേണ്ടി ഒരു യൂറോപ്പിലേക്ക് പോവാ, ഉദാഹരണം പറയുന്നത് അമേരിക്കയ്ക്ക് ഒന്ന് പോയി കണ്ടു നോക്കുക, പറഞ്ഞു കേൾക്കുന്ന നാടല്ലേ, അതൊരു തരം ഗുർബത്താണ്, അതൊരു തരം പ്രവാസമാണ്. പക്ഷെ അത് അള്ളാഹുവിന് ഇഷ്ടമല്ല. എന്തുകൊണ്ട്? ഇസ്ലാമിന്റെ ഷിആറുകൾ കേൾക്കാൻ പ്രയാസമുണ്ടോ? ഇസ്ലാമിന്റെ അടയാളങ്ങൾ കാണപ്പെടാത്തൊരു നാട്ടിലേക്ക് ചെല്ലുമ്പോ പൈശാചികമായ ടെംപ്റ്റേഷൻ നമുക്ക് കൂടുതൽ ഉണ്ടാവും. പിശാച് ബാങ്ക് തന്നെ കേൾക്കണില്ല, പിന്നെ അവിടെ നിസ്കരിക്കാൻ മറന്നുപോകും. മഗ്രിബ് എപ്പോഴാണെന്ന് അറിയുന്നില്ല, എപ്പോഴാണ് ഫജ്ർ എന്നറിയില്ല, അവിടുത്തെ നോമ്പിന്റെ ഉത്സാഹം കുറഞ്ഞു പോകും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാദുൽ കുഫറിലേക്ക് പോകുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പരിശുദ്ധ ഹദീസുകളിൽ കാണും. ഹബീബായ നബി തങ്ങളും സ്വഹാബികളും ഇരിക്കുകയാണ്. ആ സമയത്താണ് നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ അതിലൂടെ കടന്നു പോകുന്നത്. കടന്നു പോകുമ്പോ സ്വഹാബികൾ പറഞ്ഞു, നബിയെ, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ. ആ മനുഷ്യൻ തന്റെ ആരോഗ്യം ചെലവഴിക്കുന്നത് ലിൽ ജിഹാദി ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യാനാണെങ്കിൽ എത്ര നന്നായിരുന്നു നബിയെ, ഈ ആരോഗ്യം കൊണ്ട് ജിഹാദാണ് ലക്ഷ്യമെങ്കിൽ. ആൾക്കാർ അഭിപ്രായം പറയുമല്ലോ, ഒരാളെ കാണുമ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ. അപ്പോ സ്വഹാബികൾ നല്ല ആരോഗ്യമുള്ള ഒരാളുകൾ കടന്നു പോകുമ്പോൾ പറയാം, പൊന്നാരെ നബിയെ, ഇയാൾ നമ്മുടെ കൂടെ യുദ്ധത്തിനൊന്നും വരാറില്ല, നല്ല മസുലൊക്കെ കാണിച്ച് നടക്കാന്നല്ലാതെ ഇതുകൊണ്ടൊക്കെ വല്ല കാര്യമുണ്ടോ എന്ന് പറഞ്ഞപ്പോഴാണ് നബി തങ്ങൾ ഒരു വലിയൊരു ഹദീസ് പറഞ്ഞത്. അത് പ്രവാസികളായ ആളുകൾക്ക് ഒരു ചെറിയ ആശ്വാസം കിട്ടുന്ന ഹദീസാണ്. നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലൗ കാന യസ്ആ, ആ മനുഷ്യൻ യാത്ര പോകുന്നത്, അയാൾ അധ്വാനിക്കുന്നത്, ലിയുൻഫിഖ അലാ നഫ്സിഹി, സ്വന്തം ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ, അധ്വാനിക്കാനും പൈസ ഉണ്ടാക്കാനും ജോലി ചെയ്യാനുള്ള യാത്രയാണെങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവനെ പോലെയാണ്. ലൗ കാന യസ്ആ ലിഅബവൈനി മരീളൈൻ, രോഗികളായി കിടക്കുന്ന മാതാപിതാക്കളെ സംരക്ഷിക്കാനും അവർക്ക് രോഗചികിത്സ നൽകാനുമാണ് ഇവന്റെ യാത്രയെങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അവൻ അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. ലൗ കാന യസ്ആ, ഈ മനുഷ്യൻ പോകുന്നത് സ്വന്തം ശരീരത്തെ ഹറാമിലേക്ക് പോവാതെ സംരക്ഷിക്കാനാണെങ്കിൽ, അധ്വാനിക്കാനും അള്ളാഹു അനുവദിച്ച മാർഗത്തിലുള്ള യാത്രയാണെങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, ഇതെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നതിന് തുല്യം തന്നെയല്ലേ. എന്തിനാണത് കുറച്ചു കാണുന്നത് എന്ന് ചോദിച്ചു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ യാത്ര പോവാൻ, കുടുംബത്തെ പോറ്റാൻ വേണ്ടി പോവാൻ, ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യാത്രയാണ്. അത് മാത്രമല്ല, ഏതെങ്കിലും ഒരാൾ ഫീ ത്വലബി റിസ്ഖ്, ഭക്ഷണം അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയിലാണ് ഒരാൾക്ക് മരണം സംഭവിക്കുന്നതെങ്കിൽ ആ മനുഷ്യന് ഷഹീദിന്റേതുപോലത്തെ കൂലി കിട്ടുമെന്ന് പറഞ്ഞ ഹദീസുകളുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാസികളായ ആളുകൾ മരിച്ചു വരൂലേ, അവിടുന്ന് മരിച്ചു, ഇപ്പോഴാ മയ്യത്ത് കൊണ്ടുവരാ, പിന്നെ അങ്ങനെയാ നമ്മൾ പറയാ. അങ്ങനെ അധ്വാനിക്കാൻ വേണ്ടി പോയി അവിടെ മരിച്ചുപോയി, അവർക്ക് ഷഹീദിന്റെ കൂലി ലഭിക്കും. എന്തേ? റിസ്ഖ് അള്ളാഹുവിന് ഇഷ്ടമാണ്, അതന്വേഷിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്, അതിനുവേണ്ടി അധ്വാനിക്കുന്നതും അള്ളാഹുവിന് ഇഷ്ടമാണ്. വകാന ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ വന്നാൽ ഉമർ തങ്ങൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം, എന്താ നിന്റെ ജോലി എന്നാണ്. ജോലിയൊന്നുമില്ല, ഞാൻ വെറുതെ നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ ലസഖത മിൻ ഐനൈ, ആ ചെറുപ്പക്കാരന് ഒരു വിലയും കൊടുക്കില്ല ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. അപ്പൊ അധ്വാനിക്കാൻ വേണ്ടിയുള്ള ഒരു യാത്രയാണെങ്കിൽ മാഷാ അല്ലാഹ്, പ്രവാസികൾക്ക് കണ്ണീര് എന്ന് പറയേണ്ട കാര്യമില്ല. പിന്നെ കണ്ണീര് വരുന്നത് സ്വന്തം കുടുംബത്തെ ചൊല്ലിയാണ്. കുടുംബത്തെ ചൊല്ലിയുള്ള കണ്ണീരുകൾ സ്വാഭാവികമാണ്. നബി തങ്ങൾ പറഞ്ഞു, അസ്സഫറു ഖിത്അത്തുൻ മിനൽ അദാബ്, യാത്ര എന്ന് പറയുന്നത് അദാബിന്റെ ഒരു കഷ്ണമാണ്, അദാബിന്റെ കഷ്ണമാണ്. നമ്മൾ പറയും ഫ്ലൈറ്റിന് യാത്ര ചെയ്യുമ്പോ ഇപ്പൊ എങ്ങനെ അദാബാവുക? ഫ്ലൈറ്റിനൊക്കെ പോകുമ്പോ അദാബാണോ? അല്ലെങ്കിൽ ഇവിടെ നിന്ന് ട്രെയിനിൽ AC കോച്ചിൽ യാത്ര ചെയ്യാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നു, കാസർഗോഡ് നിന്ന് മംഗലാപുരത്ത് നിന്ന് കയറുന്നു, കൊച്ചിയിലേക്ക്, എറണാകുളത്തേക്ക്, ഇന്റർസിറ്റിക്കാ പോകുന്നത്, അതൊക്കെ വലിയ അദാബാണ്. എത്ര പെട്ടെന്ന് എത്തുന്നുണ്ട്, അദാബ് എന്ന് പറയാൻ പറ്റുമോ?
എന്നൊക്കെ ആർക്കെങ്കിലും ചോദിക്കാൻ പറ്റിയേക്കും. പക്ഷേ തങ്ങൾ പറയാ യദഉ തുആമഹു വശറാബഹു വഅഹ്ലഹു. ഫാമിലി കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നതിന്റെ അർത്ഥം. യദഉ തുആമഹു വശറാബഹു വഅഹ്ലഹു. ഒരു മനുഷ്യൻ അവന്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം, അവന്റെ ഇഷ്ടപ്പെട്ട വെള്ളം, ചിലർക്ക് ഒരു നല്ലൊരു കട്ടൻ ചായ കിട്ടിയാൽ മതിയാവും. വൈകുന്നേരം അസർ നേരത്ത് യാത്രയിൽ അത് കിട്ടുമോ? ഹജ്ജിന് പോവാ, ഉംറക്ക് പോവാ, ചിലക്ക് അത്രയേ വേണ്ടി ഉണ്ടാവുള്ളൂ. ചിലക്ക് പ്രിയപ്പെട്ട ചില ഭക്ഷണങ്ങൾ ഉണ്ടാകും, വളരെ സിമ്പിളാണ്, പക്ഷെ യാത്രയിൽ ഇത് കിട്ടില്ല. യദഉ തുആമഹു വശറാബഹു. അവന്റെ അന്നവും വെള്ളവും ഉപേക്ഷിക്കുകയാണ്. വഅഹ്ലഹു. അവന്റെ കുടുംബവും ഭാര്യയും മക്കളും ഉപേക്ഷിക്കപ്പെടുകയാണ്. അത് തന്നെ പോരെ ഒരു മനുഷ്യന് അദാബെന്ന് മനസ്സിലാക്കാൻ? സ്വന്തം കുടുംബത്തെ വിട്ടുനിൽക്കല്ലേ, അത് അദാബല്ലയോ എന്ന് ചോദിച്ചു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അപ്പൊ കുടുംബത്തോടൊപ്പമുള്ള ഒരു ജീവിതത്തെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ അദാബ് എന്ന് പറഞ്ഞുകൂടാ. കുടുംബം ഇല്ലാതെ നിൽക്കുന്നതിന് കണ്ണീരിന് കാരണമാണ്. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു കാന യഇശു. മദീനയിൽ രാത്രി സഞ്ചരിക്കുമായിരുന്നു ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ സഞ്ചരിക്കുമ്പോഴാ ഒരു വീടിന്റെ ഉള്ളിൽ നിന്നൊരു പെണ്ണിങ്ങനെ ഹൽ മിൻ സബീലിൻ ഇലാ ഖംറിൻ ഫഅശ്റബഹാ അം മിൻ സബീലിൻ ഇലാ നസ്ർ ഇബ്നു ഹജ്ജാജി. ഒരു പെണ്ണിങ്ങനെ പാട്ട് പാടുകയാണ്. ഹൽ മിൻ സബീലിൻ ഇലാ ഖംറിൻ ഫഅശ്റബഹാ അം മിൻ സബീലിൻ ഇലാ നസ്ർ ഇബ്നു ഹജ്ജാജി. നിശബ്ദമായ മദീനയിൽ എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ രണ്ടാമത്തെ ഖലീഫയും അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കപ്പെടുന്ന ആദ്യത്തെ ഖലീഫയുമായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിലൂടെ റോന്ത് ചുറ്റൽ പതിവായിരുന്നു. അപ്പോഴാണ് ഒരു വീടിന്റെ ഉള്ളിൽ നിന്നൊരു പെണ്ണിന്റെ ശബ്ദം. ചെന്ന് നോക്കുമ്പോൾ അവൾ പാട്ട് പാടുന്നു. വിശുദ്ധ ഖുർആൻ അവതരിച്ച വിശുദ്ധ ഖുർആനിന്റെ ബലാഗത്തും വിശുദ്ധ ഖുർആനിന്റെ റിറ്റോറിക് ബ്യൂട്ടിയും എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു സമൂഹമാണ് അറേബ്യയിൽ അന്ന് ജീവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അങ്ങാടികളിൽ സംസാരിക്കുന്നത് പദ്യഗദ്യ ഭാഷകളാണ്. അങ്ങാടികളിൽ സംസാരിക്കുന്നത് അസ്സൂഖ. അങ്ങാടിയിൽ ജോലി ചെയ്യുന്നവർ, അങ്ങാടിയിൽ റോഡുകളിൽ നടന്നു പോകുന്നവർ അച്ചടി ഭാഷയോ വളരെ സംശുദ്ധമായ ഭാഷയോ സംസാരിക്കുന്ന കാലം, കുട്ടികൾ കവിതകൾ ചൊല്ലുന്ന കാലം. മുർത്തജിലീങ്ങളാണ്. വളരെ പെട്ടെന്ന് ആലോചിക്കുന്നു, എഴുതിണ്ടാക്കൊന്നും വേണ്ട, പെട്ടെന്ന് അങ്ങ് പാട്ട് പാടും. യാത്ര പോവല്ലേ? പോവാൻ പോകാൻ, ഞങ്ങൾ പോവാൻ, ഇപ്പൊ പോവാൻ. അതാണ് പറഞ്ഞത് ആ പാട്ടില്. ഇപ്പൊ പോവാണെന്നാ പറഞ്ഞത്. പോവല്ലേ, വണ്ടി സ്റ്റാർട്ടാക്കല്ലേ ചോദിക്കൂലേ? സ്റ്റാർട്ട് ചെയ്യാ. ഇത് കവിതയാണ്. ഉദാഹരണം പറഞ്ഞ ഇങ്ങനെ എന്തിനും കവിതയാണ്. ഒരു പെണ്ണാണ് ഈ കവിത ചൊല്ലുന്നത്. ഉമർ തങ്ങൾ തൊട്ടടുത്തുനിന്ന് ഇങ്ങനെ കേട്ടു നോക്കി, റബ്ബേ എന്താണ് ഈ പെണ്ണ് പറയുന്നത് ഈ രാത്രിയിൽ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോ ഈ സംഭവം. ആ പെണ്ണ് പറഞ്ഞത് എന്താ? ഒരു കുപ്പി കള്ള് കിട്ടുമെങ്കിൽ തരക്കേടില്ലായിരുന്നു, അല്ലെങ്കിൽ നസ്ർ ഇബ്നു ഹജ്ജാജിനെ കിട്ടുകയാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഒരു കുപ്പി കള്ള് കിട്ടുകയാണെങ്കിൽ കുഴപ്പം, നട്ടപ്പാതിരാക്കായി പറയണതേ. ഹൽ മിൻ സബീലിൻ ഇലാ ഖംറിൻ ഫഅശ്റബഹാ. കള്ള് കിട്ടുവോ? അം മിൻ സബീലിൻ ഇലാ നസ്ർ ഇബ്നു ഹജ്ജാജി. അല്ലെങ്കിൽ നസ്ർ ഇബ്നു ഹജ്ജാജിനെ കിട്ടുകയായിരുന്നുവെങ്കിൽ. ഉമർ തങ്ങളോട് നിന്നില്ല എന്നാ, നേരെ മദീനയിലോട്ട് പള്ളിയിലോട്ട് ചെല്ലുന്നു. ഹബീബിന്റെ പള്ളിയിൽ സുബഹി നിസ്കരിക്കുന്നു. സുബഹി നിസ്കാരം കഴിഞ്ഞതിന്റെ ഉടനെ സലാം വീട്ടിയ ഉടനെ ഫാറൂഖ് തങ്ങൾ ചോദിച്ചു, ആരാണ് നസ്ർ ഇബ്നു ഹജ്ജാജ് എന്ന് നിങ്ങൾക്കറിയുമോ? പറഞ്ഞു, ഉമർ എന്നവരെ ഞങ്ങൾക്കറിയും. എവിടെയാണവൻ? മദീനയുടെ ഓരത്ത് താമസിക്കുന്ന ആളാണ്. എന്താണ് അവന്റെ ജോലി? എങ്ങനെയാണ് അവന്റെ അവസ്ഥ? നല്ല ആരോഗ്യമുള്ള, കാണാൻ സുമുഖനായ ഒരു ചെറുപ്പക്കാരനാണ്. അതെയോ? അവനൊന്ന് കൊണ്ടുവരണം. നസ്ർ ഇബ്നു ഹജ്ജാജിനെ കൊണ്ടുവന്ന പള്ളിയിലേക്ക് ചോദിച്ചു, നസ്ർ ഇബ്നു ഹജ്ജാജ്, നീ കുറ്റക്കാരനല്ല, പക്ഷേ നിന്നെപ്പറ്റി, നിന്നെ ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങൾ ഈ വീടുകളിലുണ്ട്, ഇവിടെ മദീനയിലുണ്ട്. അതുകൊണ്ട് ലാ യുസാകിനന്നനി ഫിൽ മദീനത്തി റജുലുൻ, ലാ യുസാകിനന്നനി ഫിൽ മദീനത്തി റജുലുൻ
തഹ്തികുൽ തുഹ്തകുൽ ഖവാദിറു ഫീ ഖുദൂരിഹിന്ന. ഈ സമൂഹത്തിലെ മംഗമാർ, പെൺകുട്ടികൾ ആഗ്രഹിച്ചു പോകുമാർ, പെണ്ണുങ്ങൾ മനസ്സുകളിൽ താലോലിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്റെ കൂടെ മദീനയിൽ ജീവിക്കാൻ പാടുള്ളതല്ല. നസ്ർ ഇബ്നു ഹജ്ജാജ് നല്ല മനോഹരമായ മുടിയുണ്ട്, പോയി തല മൊട്ടയടിച്ചു വാന്ന് പറഞ്ഞു. ഫസ്ദാദ ബഹാഅൻ, തല മൊട്ടയടിച്ചപ്പോ എന്തോ ഒരു ഭംഗി. ചിലർക്ക് അങ്ങനെ ഉണ്ടാവും, മൊട്ടയടിച്ച വല്ലാണ്ട് രസം ഉണ്ടാവും, ഭയങ്കര ഭംഗി. അപ്പൊ പറഞ്ഞു അമ്മിമു, പോയി തലപ്പാവ് വെച്ചു കൊടുക്കി, ആ തലയൊന്ന് മറയട്ടെ, അവനൊരു തലപ്പാവ് വെച്ചു കൊടുക്കിന്ന് പറഞ്ഞു. തലപ്പാവ് വെച്ചു കൊടുക്കുമ്പോ രാജകുമാരനെ പോലെ. കാസർഗോഡത്തെ പുതിയാപ്പിള ഇറങ്ങുമ്പോൾ കാണില്ലേ, ഭയങ്കര ഭംഗി. പറഞ്ഞു നസ്ർ ഇബ്നു ഹജ്ജാജേ, നിങ്ങൾ കൂഫയിലേക്ക് പോകണം, ഇസ്ലാമിന്റെ നഗരമാണത് കൂഫ. നിങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഞാൻ തരാം. നിങ്ങൾക്ക് ജീവിക്കാനുള്ള വഴി ഇസ്ലാമിന്റെ ഖജനാവിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഏർപ്പാടാക്കി തരാം. നിങ്ങൾ കൂഫയിലോട്ട് പോകണം, മദീനയിൽ എന്റെ കൂടെ ജീവിക്കാൻ പാടില്ല. എന്തേ വിഷയം എന്നറിയോ? നോക്കുമ്പോ ഈ പെണ്ണിന്റെ പുതിയാപ്പള പ്രവാസിയാണ്, ഇപ്പൊ കച്ചവടത്തിന് പോയതാണ്. ചോദിച്ചു, എന്താണ് പെണ്ണെ നിങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം? അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, എന്റെ ഭർത്താവിനെ കാണാൻ കൊതിയായിട്ട് മാസങ്ങളേറെയായി. എന്റെ ഭർത്താവ് കച്ചവടാവശ്യാർത്ഥം യാത്ര പുറപ്പെട്ടതാണ്, എപ്പോഴാണ് വരികയെന്നറിയില്ല. അതുകൊണ്ട് ഒറ്റക്കായപ്പോ മനസ്സിന്റെ ഉള്ളിൽ ശിഥിലമായ ചില ചിന്തകൾ ഇങ്ങനെ കയറി വന്നു. അതുകൊണ്ട് ഞാൻ പാടിപ്പോയതാണ്, എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, ഞാൻ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുന്നു. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നേരെ പോകുന്നത്, മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോളുണ്ട്, മുത്ത ഹബീബിന്റെ കൂടെ ജീവിക്കുന്ന ഹഫ്സ റളിയല്ലാഹു അൻഹ. ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹുമാ, ഉമർ തങ്ങളുടെ പ്രിയപ്പെട്ട മോള് ഹഫ്സ ബീവിയോട് ചെന്ന് ചോദിച്ചു, ഹഫ്സ, ഒരു ഭർത്താവില്ലാതെ പെണ്ണിന് എത്ര കാലം, ആരോഗ്യമുള്ള ഒരു പെണ്ണിന് വൈകാരികമായ ചിന്തകൾ വരുന്ന ഒരു പ്രായത്തിൽ എത്ര കാലം തന്റെ ഭർത്താവിന്റെ സാമീപ്യമില്ലാതെ ജീവിക്കാൻ കഴിയും? അവിടെയാണ് ഉമർ തങ്ങളുടെ ഫിഖ് മനസ്സിലാക്കുന്നത്, ബഹുമാനപ്പെട്ടവരുടെ ഫിഖ്. അവര് ദീൻ മനസ്സിലാക്കിയ അനുഭവം 4 മാസം എന്ന മറുപടി കേട്ടപ്പോഴാണ് ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു കൂടെയുള്ള സൈന്യത്തോട് മുഴുവനും ആഹ്വാനം ചെയ്തത്, 4 മാസത്തിലേറെ നിങ്ങളാരും സ്വന്തം കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കരുത്. സ്വന്തം കുടുംബത്തിൽ നിന്ന് 4 മാസത്തിലധികം നിങ്ങൾ വിട്ടു നിൽക്കരുതേ, അത് നിങ്ങൾക്ക് അപകടമുണ്ടാക്കും. കള്ള് വേണം, അല്ലെങ്കിൽ നസ്ർ ഇബ്നു ഹജ്ജാജിനെ വേണമെന്ന് ഒരു പെണ്ണ് മദീനയിൽ ചിന്തിച്ചു പോവാൻ കാരണമായത് ഭർത്താവ് പ്രവാസ ലോകത്ത് പോയതാണ്. അങ്ങനെ വരുന്ന അപകടങ്ങൾ സാമ്പത്തികമായ ലാഭമോ നഷ്ടമോ അല്ല നമ്മളിവിടെ പറയുന്നത്. ഗൾഫ് നാടുകളിൽ വന്ന സാമ്പത്തിക മാന്ദ്യമല്ല വിഷയം. കാരണം അൽമാലു യസീദു വയൻഖുസു, സമ്പത്ത് അങ്ങനെയാണ്, കൂടും കുറയും. വൽമാലു ദില്ലുൻ സായിലു, ചിലപ്പോ ഒന്നും തരി പോലും കിട്ടാത്ത നിഴല് പോലെ നിഴല് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയേക്കും, ഒന്നില്ലാന്ന് വരും. ദുനിയാവ് അങ്ങനെയാണ്. സമ്പത്തിനെ കുറിച്ചല്ല നമ്മുടെ കൺസേൺ. നമ്മുടെ മക്കളെ, നമ്മുടെ പ്രായപൂർത്തിയെത്തിയ മക്കള്, നമ്മുടെ ഭാര്യമാർ നമ്മുടെ വീടുകളിൽ താമസിക്കുമ്പോൾ അവരുടെ കാര്യങ്ങളിൽ റായി എന്ന് പറഞ്ഞ് ഒരാട്ടിടയൻ ആട്ടിൻ പറ്റത്തെ കണ്ണു വെച്ച് നോക്കുന്ന പോലെ സ്വന്തം കുടുംബത്തെ നോക്കി നടത്തേണ്ട ആളുകൾ സ്ഥലത്തില്ലാണ്ട് വരുമ്പോൾ നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത പലതും ഗൾഫുകാരുടെ വീടുകളുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കും. നമുക്കത് പറയാൻ പോലും നാണമാണ്. ചില സാഹചര്യങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ വരുന്ന കണ്ണീരുകൾ, അങ്ങനെ ഉണ്ടാകുന്ന കണ്ണീരുകൾ, പ്രവാസിയുടെ കണ്ണീരുകളിൽ നമുക്ക് ഒരുപാട് കാണാനുണ്ട്. അത് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാത്ര നിങ്ങൾക്ക് ഖിത്അത്തും മിനൽ അദാബ്, അദാബിന്റെ ഒരു കഷ്ണമാണ്, അദാബിന്റെ കഷ്ണമാണ്. പക്ഷെ അധ്വാനം അല്ലാഹുവിന് ഇഷ്ടമാണ്. കുടുംബത്തിന്റെ കൂടെയില്ലാതെ ജീവിക്കുന്നത്, മക്കൾക്ക് തർബിയത്ത് കിട്ടാത്ത അവസ്ഥകൾ ഉണ്ടാകുന്നത്. ഫലമ്മാ ബലഗ മഅഹു സഅയ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സൗകര്യം കിട്ടുമ്പോഴെല്ലാം മക്കയിലേക്ക് വന്ന് പ്രിയപ്പെട്ട മോൻ ഇസ്മാഈൽ നബി അലൈഹിസ്സലാമിന് തർബിയത്ത് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഫലമ്മാ ബലഗ മഅഹു, ഇബ്രാഹിം നബിയോടുകൂടെ ഇസ്മായിൽ എന്ന കുഞ്ഞിന് ഓടിച്ചാടി നടക്കാനുള്ള പ്രായമായപ്പോൾ എന്ന മഅഹു എന്ന ഒരു ളമീറും ഒരു ജാറും കൊടുത്ത അല്ലാഹു കൊടുത്ത ആ ഒരു ചെറിയ കൊച്ചുവാക്ക്, മഅഹു ഇബ്രാഹിം നബിയുടെ കൂടെ കഴിയുമ്പോ
വാപ്പയുടെ കൂടെ മക്കൾ വളരുന്നതും വാപ്പയില്ലാതെ വളരുന്നതും ഒരുപോലെയാണോ? വഹൽ യുർജാ ലിഅത്ഫാലിൻ സ്വലാഹു ഇദാ റതലഉ ഫുദിയൻ നാഖിസാതി. നമ്മുടെ പെണ്ണുങ്ങളിൽ പൂർണ്ണതകളില്ലാതെ പോകുമ്പോൾ, നമ്മുടെ പുരുഷന്മാരിൽ മാതൃകകളില്ലാതെ പോകുമ്പോ നമ്മുടെ മക്കൾക്ക് എങ്ങനെ നന്നാവാൻ കഴിയും? അങ്ങനെയാണ് സമൂഹത്തിന് തലവേദനയുണ്ടാകുന്ന മക്കൾ പ്രവാസികളുടെ മക്കളിൽ കാണപ്പെടുന്നത്. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ സംസ്കാരം രാത്രികാലങ്ങളിൽ എവിടെ പോയി വരുന്നു? ചോദ്യമല്ലല്ലോ. ഉമ്മക്ക് ചോദിക്കാൻ പറ്റുമോ? ഉമ്മയെ പീഡിപ്പിക്കും മക്കള്. ആ രീതിയിൽ നമ്മുടെ കുടുംബങ്ങളിൽ കണ്ണുനീര് വീഴുന്നത് പ്രവാസത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടില്ലേ? സത്യമാണ്, സത്യമാണ്. പക്ഷെ പ്രവാസികളിൽ ഒരു ഗുണമുണ്ട്. മനുഷ്യന്റെ തനിയായ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ പ്രവാസ ലോകത്തെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഗൾഫിൽ നിന്ന് കിട്ടുന്ന സുഹൃത്തുക്കളെ പോലെ നല്ല സുഹൃത്തുക്കള് നാട്ടിൽ കിട്ടൂല. നാട്ടിൽ നല്ല സുഹൃത്തുക്കൾ കിട്ടും എപ്പെന്നറിയോ? ഗൾഫുകാർ വന്ന് ആദ്യത്തെ 10 ദിവസം കുറേ സുഹൃത്തുക്കൾ ഉണ്ടാവും. ആദ്യത്തെ 10 ആ 10 ദിവസം കഴിഞ്ഞാൽ കയ്യിലെ കാശൊക്കെ തീരുന്നു. അത് കഴിഞ്ഞ് ഇവരൊക്കെ അങ്ങ് മുങ്ങും ചെയ്യും. ഈ 10 ദിവസത്തെ സുഹൃത്തുക്കളാ നാട്ടിലുണ്ടാവുക. പക്ഷെ ഗൾഫിൽ അങ്ങനെയല്ല. ഒരു റൂമിൽ പട്ടിണിയാണെങ്കിൽ പട്ടിണി, ഒരു കുബൂസും കറിയും ഉള്ളൂ, എന്നാൽ അങ്ങനെ. എടോ നിനക്ക് എന്ത് വിഷമുണ്ടോ? നമുക്ക് ഒരുമിച്ചങ്ങ് പിരിവിടല്ലേ, എല്ലാവരും 10 റുപ്യ എടുക്കി, ഒരു 100 റുപ്യ എടുക്കി, ഒരു 1000 കൊടുക്കി, നാട്ടിൽ പോയിക്കോട്ടെ, ടിക്കറ്റ് എടുത്തു കൊടുക്കുക. ഇങ്ങനെ ഒരു സഹായ ബോധമൊന്നും നാട്ടിൽ കാണുന്നില്ല. ശരിയല്ലേ? അത് നാട്ടിൽ നിന്ന് ഒരു 10,000 റുപ്യ എങ്ങനെങ്കിലും തിരിക്കണം എന്ന് വിചാരിച്ച നടക്കുവോ? എല്ലാരും എന്താ പറയാ? എന്താ കച്ചവടമല്ല. നിങ്ങളെടുത്തുണ്ടോ? മകന്റെ പൈസ വന്നിട്ട് കാരം. നിങ്ങളെടുത്തുണ്ടോ? ഞാൻ തന്നെ കടം കൊണ്ട് കുടുങ്ങിയിരിക്കുക. ഗൾഫുകാർക്കൊക്കെ കടം പ്രയാസമൊക്കെ ഉണ്ട്. പക്ഷെ അവരത് പറയില്ല, സഹായിക്കുന്ന വല്ലാത്തൊരു മനസ്സ്. അതുകൊണ്ടാണ് ഗൾഫിലേക്കൊക്കെ ചെന്നിട്ട് വലിയ സഹായങ്ങൾ കിട്ടുന്നത്. അതുകൊണ്ടാണ് നല്ലൊരു മനസ്സവിടെ കിട്ടുന്ന. ഈ ഉർബത്തിന്റെ ഒരു പ്രത്യേകത, നമ്മൾ ഒറ്റക്കാകുമ്പോ ഒരു റിഫ്ലക്ഷൻ തോന്നും. നമ്മൾ യാത്ര പോകുമ്പോൾ തന്നെ മനസ്സിന് ചില മാറ്റങ്ങൾ വരും. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കാന്ന് വിചാരിച്ചോളൂ, നിങ്ങൾ യാത്ര പോകുന്നുണ്ട്. യാത്രയിലാണ് നമുക്ക് നമ്മുടെ കൂടെ ഭാര്യ ഉണ്ടെങ്കിൽ, മക്കളുണ്ടെങ്കിൽ, ചില വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തുറന്ന മനസ്സോടുകൂടെ കേൾക്കണമെങ്കിൽ ഒരു യാത്രയിലേ കഴിയുള്ളൂ. വീട്ടിൽ തന്നെ നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ലേ, എനിക്കിപ്പോ തിരക്കാൻ, ഞാൻ നടക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ കുട്ടിനെ ഡ്രസ്സ് മാറ്റി കൊടുക്കട്ടെ, അല്ലെങ്കിൽ അത് ചെയ്യട്ടെ, ആരും ഇരുന്ന് കേൾക്കില്ല. യാത്രയിൽ മനുഷ്യന്റെ മനസ്സിന് മാറ്റം വരുന്നുണ്ട്. യാത്രയിൽ വലിയ ഉപകാരങ്ങൾ ഉണ്ടെന്നാണ്. അതുകൊണ്ട് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ വന്ന ഒരു കേസാണ് ഇതിന്റെ ആധാരം. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ കേസ് വന്നപ്പോ, അലക ഷാഹിദ്, നിങ്ങൾക്ക് സാക്ഷിയുണ്ടോ എന്ന് ചോദിച്ചു ഒരാളോട്. അവർ പറഞ്ഞു ഉണ്ട്. ആരാ? ഇന്നാലിന്ന ഒരാൾ, നാ കൊണ്ടുവരുന്നു. സാക്ഷിയെ വിസ്തരിച്ചു. ഫാറൂഖ് തങ്ങൾ ചോദിച്ചു, നിങ്ങളെ സാക്ഷിയായി ഇയാൾ കൊണ്ടുവന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇയാൾ അറിയോ? ആ അറിയും. അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇയാൾ അറിയോ? ആ അറിയും. പൈസയുമായി വല്ല ഏർപ്പാടോ ഇയാളുമായി നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. വല്ല കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും വായ്പ കൊടുത്തിട്ട് അയാൾ തിരിച്ചു തന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ പൈസയുടെ വിഷയം വരുമ്പോ കണ്ണു ചിമ്മി എന്തോ ഹലാലോ ഹറാമോ ഒന്നും വിഷയമല്ല, പൈസ ഉണ്ടായാൽ മതി, അങ്ങനെ ചിന്തിക്കുന്ന ആളാണോ? അല്ല കാശിന് വല്ലാത്തൊരു ആഗ്രഹം, പൈസ കണ്ടാ പിന്നെ എല്ലാം മറന്നു പോകുന്ന ഇങ്ങനത്തെ ആളാണ്. ഇതൊക്കെ അറിയോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ അയാളുമായി സാമ്പത്തിക ഇടപാടുകളൊന്നും നടത്തി നോക്കിയിട്ടില്ല. പിന്നെ ചോദിച്ചു, ഹൽ ജാവർതഹു, നിങ്ങൾ അയാളുടെ കൂടെ താമസിച്ചിട്ടുണ്ടോ? ജിവാറിൽ അതിഥിയായിട്ട് അല്ലെങ്കിൽ അയൽക്കാരനായിട്ട് കൂടെ താമസിക്കുന്ന ആളായിട്ട് നിങ്ങൾ ഇയാളുടെ കൂടെ കഴിഞ്ഞിട്ടുണ്ടോ? പറഞ്ഞില്ല. അയൽപക്കക്കാർക്ക് അയൽപക്കക്കാരറിയുള്ളൂ. അയൽപക്കക്കാരന് കൂടെ കടന്നവന് രാപ്പനെ അറിയുള്ളൂ എന്ന് പറയില്ലേ? എന്ന പോലെ കൂടെ നിൽക്കുന്നവരൊക്കെ, നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ ഞാൻ ഒരു ഉസ്താദാണെങ്കിൽ അത് പറയുന്ന ആളാ, നിങ്ങൾ എന്തോ വലിയ ആളാന്ന് വിചാരിക്കും. അങ്ങനെയല്ല, അതങ്ങനെ വിധി എഴുതാൻ പാടില്ല. അതൊന്നുമല്ല സംഗതി. ഈ ഉസ്താദ് പൈസന്റെ ആളാണോ? ഈ ഉസ്താദ് കാശ് കിട്ടിയാൽ അവിടെ കൗന്നടക്കുന്ന ആളാണോ? ഈ ഉസ്താദിന്റെ കൂടെ ജീവിക്കുന്നവരെന്താ മൂപ്പരെ പറ്റി പറയുന്നത്? മൂപ്പരെ തട്ടിപ്പുകളൊക്കെ വല്ലതും ഉണ്ടോ? കൂടെ ജീവിക്കുന്നവർക്ക് ആളെ പറയാൻ കഴിയുള്ളൂ. ഹൽ ജാബർത്തത് വലിയ വിഷയമാണ്. ഇതൊക്കെ പ്രവാസ ലോകത്ത് കിട്ടുന്ന വലിയൊരു നന്മയാണ്. ഒരുപാട് ബാച്ചലർ റൂമുകൾ 8, 10, 15 ആളുകൾ 2 റൂമിലൊക്കെ താമസിക്കുക. ഇവിടൊക്കെ ഓരോരുത്തർക്കും ഓരോ ബെഡ്റൂം, ഓരോരുത്തർക്കും ഓരോ ബാത്റൂം. അവിടെ ക്യൂ നിൽക്കുക ബാത്റൂമിന്റെ മുമ്പിൽ. രാവിലെ നിന്റെ സമയം 6:30 കേട്ടോ, അത് 6:35 മൂപ്പർക്ക് ഒന്നും തോന്നുന്നില്ലെങ്കിൽ കഴിഞ്ഞു, ഇന്ന് അന്നില്ല, അടുത്ത ദിവസം നോക്കിയാൽ മതി, അടുത്ത 6:30 ടൈമുള്ളൂ. അങ്ങനെ വിഷമിക്കുന്ന അവസ്ഥകളുണ്ട് ഗൾഫ് നാടുകളിൽ. നമ്മൾ ചിന്തിക്കണം. അങ്ങനെ കഷ്ടപ്പെട്ട് ഒരുമിച്ച് ജീവിക്കാൻ, ഒരുമിച്ച് ജീവിക്കുമ്പോഴേ ആളറിയുള്ളൂ. അല്ലാതെ ദൂരെ നിന്ന് കാണുന്നത് വേൾന്ന് വരണമെന്നല്ല.
കൂടെ ജീവിക്കുന്ന ആളുകൾ എന്താണ് ഒരാളെ പറ്റി പറയുന്നത്, അതാ വിഷയം. ഖാദിമായി നടക്കുന്നവർക്ക് ഒരു ഉസ്താദിനെ പറ്റി അറിയാൻ പറ്റും, കൂടെ നടക്കുന്ന ഒരാൾക്ക് അറിയാൻ പറ്റും, ഡ്രൈവറായി പോകുന്ന ആൾക്ക് അറിയാൻ പറ്റും, നിങ്ങളുടെ കൂടെ താമസിക്കുന്ന ഒരാൾക്ക് അറിയാൻ പറ്റും, അയൽവാസിക്ക് അറിയാൻ പറ്റും, എപ്പോഴും ഇടപഴകുന്ന ആളുകൾ. അപ്പോഴേ തനി സ്വഭാവം അറിയുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു തരം മേക്കപ്പിലൂടെ അങ്ങനെ കടന്നു പോകും. ഓ, ആൾ ഉഷാറ, അറിയോ ആൾ ഉഷാറ, അതല്ല ഉഷാർ. ഹൽ ജാബർതഹു, നിങ്ങൾ അയാളുടെ കൂടെ താമസിച്ചിട്ടുണ്ടോ? ഫാറൂഖ് തങ്ങൾ ചോദിച്ചു. റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ലാ, ഇല്ല. പിന്നെ ചോദിച്ചു അൽ സാഫർത മഅ, നിങ്ങൾ അയാളോട് കൂടെ യാത്ര പോയിട്ടുണ്ടോ? ദീർഘമായ യാത്ര പോയിട്ടുണ്ടോ? ഇല്ല. ഇത് മൂന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അൻത ലാ തഅരിഫുഹു, നിങ്ങൾക്ക് ഇയാളെ പറ്റി ഒന്നും അറിയില്ല. ലഅല്ലക റഅയ്തഹു യുസല്ലി ഫീ മസ്ജിദിൻ, ഒരു പള്ളിയിൽ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടിരിക്കണം എന്നല്ലാതെ പള്ളിയിൽ നിസ്കരിക്കാൻ അയാൾ നിസ്കരിക്കുന്നത് കണ്ടതല്ല. ഒരാളെ പറ്റി അറിയുമെന്ന് പറയാ, നിസ്കരിക്കാൻ പാർക്കാൻ പറ്റാത്തത് പൈസയുടെ ഏർപ്പാടിൽ എങ്ങനെയാണ്, വ്യക്തി ജീവിതം എങ്ങനെയാണ്, ദീർഘമായ യാത്ര പോകുമ്പോൾ അവസ്ഥകൾ എന്താണ്? ഈ മൂന്നും ഒരുമിച്ച് കിട്ടുന്ന ഒരു ലോകമാണ് പ്രവാസ ലോകം. യാത്രയുണ്ട്, അവിടെ കൂടെ താമസിക്കലുണ്ട്, പൈസയുമായുള്ള ഏർപ്പാടുണ്ട്. അതുകൊണ്ട് അവിടെ കിട്ടുന്ന ചില സുഹൃത്തുക്കൾ ജീവിതത്തിലെ വലിയ സമ്പാദ്യങ്ങളാണ്. ഗൾഫിൽ നിന്ന് കൊല ഒന്നും ചെയ്തില്ല എന്ന് വിചാരിക്കുക, പക്ഷെ കുറെ സമ്പാദ്യം കിട്ടും ഇങ്ങനെ നല്ല സുഹൃത്തുക്കൾ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ആല ഉഖ്തൈൻ, രണ്ട് പെങ്ങന്മാർക്ക് ആരെങ്കിലും രണ്ട് പെങ്ങന്മാർക്ക് ആശ്വാസം ലഭിക്കുന്ന രീതിയിൽ അവർക്ക് ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഔ അഖവൈനി, രണ്ട് സഹോദരന്മാർക്ക് ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഖാനാ ലഹു ഹിർസം മിനന്നാർ, ഇവർ രണ്ടുപേരും അവർക്ക് നരകത്തിൽ നിന്ന് മറയാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വചനങ്ങളിലുണ്ട്. ഞാനീ പറയുന്നത്, ചില ആളുകൾ പറയും 30 കൊല്ലം 20 കൊല്ലം 25 കൊല്ലം 40 കൊല്ലം ഒക്കെ പ്രവാസ ജീവിതം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ എന്ത് ചെയ്തു, എന്ത് സമ്പാദിച്ചു? ഒന്നും സമ്പാദിച്ചിട്ടില്ല. പിന്നെ എന്ത് ചെയ്തു? പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തു. ജ്യേഷ്ഠന് വളരെ പ്രയാസമായിരുന്നു, ജ്യേഷ്ഠനൊരു വീട് വെച്ചു കൊടുത്തു. അനുജന്റെ പഠനമൊക്കെ നടന്ന് അവൻ നല്ലൊരു എഞ്ചിനീയറായി. എവിടെ? അനുജനെ പഠിപ്പിച്ച ഈ ജ്യേഷ്ഠൻ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, അങ്ങനെ എച്ചിലും കൂടെ ഒന്ന് പോകുന്നത്. പക്ഷേ അനുജൻ നല്ലൊരു എഞ്ചിനീയറായി ഗമയിൽ ഇങ്ങനെ വരുമ്പോ അവൻ അറിയുന്നില്ല, എന്നെ പഠിപ്പിച്ചത് എന്റെ ഇച്ഛയാണ്, എന്റെ ഈ ജ്യേഷ്ഠനാണ്. അതറിയാതെ പോകുന്നത് വല്ലാത്തൊരു സങ്കടമാണ്. ചില ആളുകൾ ജ്യേഷ്ഠന്മാർ അനുജന്മാർക്ക് പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ പ്രവാസികളുടെ പൈസ വരുന്നുണ്ട് അനുജന്മാർക്ക്, ജ്യേഷ്ഠന്മാർക്ക്. അവർക്ക് വീട് വെച്ചു കൊടുക്കാൻ, വീടിന്റെ പണി നടത്തുന്നു. വീടിന്റെ പണി നടന്നു കഴിഞ്ഞാൽ പിന്നെ താക്കോല് വാങ്ങി അതിന്റെ ആധാരോ അതിന്റെ കാര്യങ്ങളോ ഒക്കെ ചെയ്യാൻ നോക്കുമ്പോഴാ ഇത് അനുജൻ സ്വന്തം പേരിലാക്കിയിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്. അങ്ങനെ 1-2 കേസുകൾ കാസർഗോഡ് ജില്ലയിൽ നടന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്താ ചെയ്യാ? ജ്യേഷ്ഠൻ അടിച്ചു കൊടുത്ത പൈസയാണ്. ജ്യേഷ്ഠൻ വിചാരിച്ചു, റബ്ബേ ഒരു വീട് റെഡിയായല്ലോ, അടുത്ത വർഷം നാട്ടിലേക്ക് വന്നിട്ട് സെറ്റിൽ ആവാന്ന് നോക്കുമ്പോ വീടും പറമ്പൊക്കെ അനുജന്റെ പേരിലാണ്. അനുജനും ഭാര്യയും ഒരുമിച്ച് ഒരു തരം ട്രിക്ക് പ്രയോഗിച്ചു, ഇയാള് പുറത്തായി. പക്ഷെ ഞാൻ പറയാണ്, 2 തുണ്ട് ഭൂമി വാങ്ങിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, 5 സെന്റ് ഭൂമി വാങ്ങിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, ഒരു വീട് വാങ്ങിച്ചു വെക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, സ്വന്തം ഭാര്യക്കും മക്കൾക്കും ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ പുരനിറഞ്ഞു കിടന്നിരുന്ന സ്വന്തം പെങ്ങളെ കെട്ടിച്ചയക്കാൻ, പെങ്ങളുടെ മക്കളെ കെട്ടിച്ചയക്കാൻ, സ്വന്തം അനുജനെ, ജ്യേഷ്ഠനെ, ഉമ്മയെ, വാപ്പയെ സംരക്ഷിക്കാനാണ് പ്രവാസ ലോകത്തുള്ള അധ്വാനങ്ങൾ പോയതെങ്കിൽ നഷ്ടമായിട്ടില്ല. നരകത്തിലേക്ക് പോവാതെ രക്ഷപ്പെടാനുള്ള വഴി അവിടെയും ഉണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 പെങ്ങന്മാരെ നോക്കിയാൽ, ഒരു സഹാബി ചോദിച്ചു, നബിയെ ഒരു പെങ്ങളാണെങ്കിലോ? ഒന്നാണെങ്കിലും മതി. സുബ്ഹാനല്ലാഹ്. ഒരു പെങ്ങളെ കെട്ടിച്ചയച്ചിട്ടേ ഉള്ളൂ, വേറൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ പെങ്ങ് കുട്ടിയായി. അപ്പൊ ഉമ്മ പറഞ്ഞു, ഓളെ കുട്ടിനെ കൂടെ കെട്ടിച്ചിട്ട് വന്നാ മതി, പിന്നെ അവിടെ നിൽക്കന്നെ, സ്വന്തം കുടുംബത്തെ നോക്കാനോ സ്വന്തം ഭാര്യയെ കൊണ്ടുപോവാൻ ഒന്നിനും അങ്ങനെ സമ്മതിക്കാത്ത കുറച്ച് പിഷ്കന്മാരായ ഉമ്മമാപ്പാരും ഉണ്ട്. എന്താ ചെയ്യാൻ? സ്വന്തം മക്കളുടെ മകന്റെ ജീവിതം അത് നോക്കില്ല, മക്കളുടെ പെൺമക്കളുടെ ജീവിതം മാത്രം മതി. അങ്ങനെ ചിന്തിക്കുന്ന സ്വാർത്ഥതകൾ. എന്ത് തന്നെ സംഭവിച്ചാലും നമ്മുടെ നിയ്യത്ത് നന്നാക്കുക. പ്രവാസ ലോകത്തിലൂടെ ചെല്ലുമ്പോ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള വഴി സ്വന്തം കുടുംബത്തെ നോക്കുന്നതാണ്.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നുവല്ലോ, നിങ്ങൾ ആർക്കെങ്കിലും ദീർഘായുസ് വേണമെന്നുണ്ടെങ്കിൽ, കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ വിശാലത വേണമെന്നുണ്ടെങ്കിൽ സ്വന്തം വാപ്പയോട് ഉമ്മയോട് നല്ല നിലക്ക് പെരുമാറുകയും സ്വന്തം കുടുംബ ബന്ധങ്ങളെ അത് പിരിയാതെ, വേർപെട്ടു പോവാതെ, പിണഞ്ഞു പോവാതെ സ്വന്തം കുടുംബ ബന്ധങ്ങളെ നിലനിർത്തി കൊണ്ടുപോരുന്നത് ആയുസ് വർദ്ധിക്കാൻ കാരണമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉപകാരം ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട മറ്റൊന്ന്, ഒരാളിൽ നിന്നും ഒരു ശുക്ർ പോലും പ്രതീക്ഷിക്കരുത്. ലാ നുരീദു മിൻകും ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. നമ്മുടെ പള്ളികളും മദ്രസകളും ഒക്കെ ഇത്ര മനോഹരമായി, നമ്മുടെ ദീനീ പരിപാടികൾ പോലും സജീവമായി നടക്കുന്നത് എത്രയോ പ്രവാസികളുടെ കണ്ണുനീരാണ്, അവരുടെ അധ്വാനമാണ്, അവരുടെ ഉറക്കൊഴിച്ചുള്ള ജോലിയാണ്. ശമ്പളത്തിൽ നിന്ന് കിട്ടുന്ന ഏതാനും തുകകൾ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ നാടുകളിൽ ദീനീ പ്രവർത്തനം നടക്കുന്നത്. അല്ലേ? നമ്മൾ ആർക്കു വേണ്ടി ദ്വാരക്കാറുണ്ടോ? ദ്വാരന്ന് കൊടുക്കണം. വലിയ അധ്വാനമാണ്. അള്ളാഹുവിന്റെ മനസ്സുകളിൽ അങ്ങനെ ഒരു നന്മ തോന്നിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ എങ്ങനെയാ നമ്മുടെ നാടുകളിൽ ദീനീ പ്രവർത്തനങ്ങൾ നടക്കുമായിരിക്കുക? അള്ളാഹുവേ, നീ അവർക്ക് നന്മ ചെയ്യണേ തമ്പുരാനെ. നീ അവരുടെ കുടുംബങ്ങളിൽ, ജോലികളിൽ, കച്ചവടങ്ങളിൽ ബറക്കത്ത് ചെയ്യണമേ അല്ലാ. ഹബീബായ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, അള്ളാഹുവിന്റെ വചനമാണ്, ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്. അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് നാം ഭക്ഷണം നൽകുന്നത്. അങ്ങനെ പറയേണ്ടത്, അള്ളാഹ്ക്ക് വേണ്ടി. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. അത് ഒരു പ്രവാസിയും അങ്ങനെ സങ്കടപ്പെടരുത്. പള്ളി കമ്മിറ്റിക്കാർ നാട്ടിൽ അങ്ങനെയാണ്. ഒരു കമ്മിറ്റി 5 കൊല്ലോ, ഇവിടുത്തെ കമ്മിറ്റി 5 കൊല്ലാണോ? 2 കൊല്ലം. 2 കൊല്ലം കഴിഞ്ഞ് ഇറങ്ങിപ്പോവാന്ന് വിചാരിക്കുക. ആ ഇറങ്ങിപ്പോകുന്ന നേരത്ത് ഏതെങ്കിലും ഒരുത്തൻ ആ കമ്മിറ്റിയിൽ വന്ന് കയറിയിട്ട് ഒരു ഫിത്തന ഉണ്ടാവും. ആ ഒരു 500 റുപ്യക്ക് ബില്ലുണ്ടായിട്ടില്ല. എവിടെ? സ്വന്തം പോക്കറ്റിൽ നിന്ന് 1000, 10,000, ലക്ഷം കൊടുത്ത ആളായിരിക്കും ഈ ഖജാൻജി, ചിലപ്പോൾ, അല്ലെങ്കിൽ സെക്രട്ടറി, പ്രസിഡന്റ്. അവരർഹമായ വഴിക്ക് ചെലവഴിച്ച പൈസ, പക്ഷെ ബില്ലില്ല. എന്ത് ചെയ്യും? ചിലപ്പോ അങ്ങനെ ഉണ്ടാവും. പക്ഷെ അവർക്കറിയാം, അവർക്ക് ബോധ്യപ്പെട്ട കാര്യമായിരിക്കും. ആ ബില്ല് എവിടെ എന്ന് ചോദിച്ചിട്ട് ഈ കമ്മിറ്റിക്കാരെ മുഴുവൻ കള്ളന്മാരായിരുന്നു എന്നൊരു പ്രസ്താവനയും ഇറക്കിയിട്ട് ഈ സാധുക്കൾ കരഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോ കമ്മിറ്റി പിരിച്ചുവിടുക, അല്ലെങ്കിൽ ആ കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങി വരിക. നാട്ടിലൊക്കെ നടക്കുന്ന ഒരു വിഷയം. അത് ഇബ്ലീസിന്റെ ഒരു കളിയാണ്. ഒരു മനുഷ്യനെ സങ്കടപ്പെടുത്തുക, ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കലാണ് അള്ളാഹുവിന് ഇഷ്ടം, സങ്കടപ്പെടുത്തല ഇബ്ലീസിന് ഇഷ്ടം. അപ്പൊ എന്ത് ചെയ്യുക? കുറെ നന്മ ചെയ്തല്ലോ, നന്മയൊന്നും പറയണ്ട, കുഴപ്പം മാത്രം പറഞ്ഞാൽ മതി. എത്രയോ നന്മകളോടെ കിടക്ക്, അതൊന്നും മിണ്ടണ്ട, കാണാത്ത പോലെ എന്ത് ചെയ്യുക? ഒരു 500 റുപ്യന്റെ കേസ് മാത്രം. ഇവിടെ 5 കോടി കൈകാര്യം ചെയ്ത കമ്മിറ്റി ആയിരിക്കും ഇത്. 500 റുപ്യന്റെ പേരിലായിരിക്കും ഈ കമ്മിറ്റിയെ ചീത്ത പറഞ്ഞ് അവരെ മുഴുവനും സങ്കടപ്പെടുത്തി കണ്ണീരിലാഴ്ച ഇവിടെ നിന്ന് ഇറക്കിവിടുക. ഇത് മനുഷ്യന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് ലോകത്ത് ആരും ഒരു നന്മ ചെയ്യുന്ന ഒരാളും അള്ളാഹുവിന്റെ തൃപ്തിയല്ലാതെ ഒന്നും പ്രതീക്ഷിക്കരുത്. അത് നമുക്കൊക്കെ ജീവിതത്തിലുള്ള മാതൃകയാണ്. ഉപകാരം ചെയ്യുന്നവർക്കേ ഉപദ്രവം ഉണ്ടാവുള്ളൂ, അത് മനസ്സിലാക്കണം. ഒരു ഉപകാരം ഒരാൾക്കും ചെയ്തു കൊടുക്കാത്ത ആളെ പറ്റി നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായം. ഓ, നല്ല മനുഷ്യനല്ലേ, ഒരാൾക്കും ഒരു കംപ്ലൈന്റും ഇല്ല. പിന്നെ ആരെ പറ്റിയാ കംപ്ലൈന്റ് ഉള്ളത്? മുമ്പൊക്കെ കച്ചവടം ഉണ്ടായപ്പോ ഒരുപാട് കൊടുത്തിരുന്നു പള്ളിക്കും മദ്രസക്കും. ഇപ്പൊ കച്ചവടമൊക്കെ പോയപ്പോ ഒന്നും കൊടുക്കാൻ പറ്റണില്ല. ഇപ്പൊ പറയുന്നത് മുമ്പൊക്കെ തന്നിരുന്നു, ഇപ്പൊ ആള് മറ്റേ പാർട്ടിയാന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ അവിടെ തരുന്നില്ല. ഈ സാധുവിന്റെ ജീവിത അവസ്ഥ എന്താണ്? ഇയാളുടെ ബുദ്ധിമുട്ട് എന്താണ്? ഇയാളുടെ കുടുംബത്തിന്റെ അവസ്ഥ അതൊന്നുമല്ല നോക്കുക. ആ മനുഷ്യൻ മുമ്പ് ചെയ്ത ഒരുപാട് നന്മകളുണ്ട്, അതൊന്നും നോക്കില്ല. മനുഷ്യനെ കുത്തുവാക്ക് പറഞ്ഞ് മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരുതരം പൈശാചികത നാട്ടിലുള്ള നാവുകളിൽ ധാരാളമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ വചനം ഓർത്തു വെക്കുക, ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്. നമ്മൾ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നതോ നിങ്ങളെ സഹായിക്കുന്നതോ ലിവജ്ഹില്ലാഹ്, അള്ളാഹുവിന്റെ കൂലി കിട്ടാനാണ്. ലാ നുരീദു മിൻകും ജസാഅൻ. ജസാഅൻ നഖിറയാണ്. ഒരു ഉപകാരവും നിങ്ങളെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലേ, വലാ ശുകൂറ, ഒരു നന്മയും നിങ്ങളെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു താങ്ക് യു അതൊന്നും പറയണ്ട. അല്ലെങ്കിൽ നിങ്ങൾ സംഭാവന ചെയ്തു, നിങ്ങൾ വിചാരിക്കണം എന്നാ പിന്നെ ഉറൂസിന്റെ ലിസ്റ്റിലിന്റെ പേരൊന്ന് വെച്ചിട്ട് ഇന്നാൽ നാജ് 2 ലക്ഷം നമ്മൾ എത്തിങ്ങാനൊക്കെ തന്നു, അതൊന്നും പ്രതീക്ഷിക്കാനും പാടില്ല, അതിനൊന്നും നിൽക്കാനും പാടില്ല. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്, നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. ഒരു നന്ദിയും വേണ്ട, ഒരു പ്രതിഫലവും വേണ്ട.
ആ രീതിയിൽ നന്മ ചെയ്യാൻ പ്രവാസികളായ ആളുകൾ മുന്നോട്ട് വന്നാൽ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ ഒഴിവായി കിട്ടും. എന്തിനാണ് ഈ വൃഥാവിലായി വെറുതെ എന്തിനായി സങ്കടപ്പെടുന്നത്? അർഹിക്കുന്ന പരിഗണന കിട്ടിയില്ല, അല്ലെങ്കിൽ ഞങ്ങളെയൊന്നും ആരും പരിഗണിച്ചില്ല. ആ ചിന്ത ഉള്ളത് കൊണ്ടാണ് ആ വിഷമം. ആദ്യേ പ്രതീക്ഷിക്കാതിരുന്ന പോരെ? ആദ്യേ പ്രതീക്ഷിക്കരുത്. അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ. ആ ഒരു ഇഖ്ലാസിന്റെ ചിന്തകൾ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും കടന്നു വരികയാണെങ്കിൽ അൽഹംദുലില്ലാഹ് ജീവിതം സുഭദ്രമായിരിക്കും. അള്ളാഹു നമുക്ക് ഖൈർ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരൽപ്പം കൂടെ സമയം, ഇപ്പോ 25 മിനിറ്റ് ആയി, 35 മിനിറ്റ് ആയി. ഇനി ഒരു 25 മിനിറ്റും കൂടെ എന്റെ മുമ്പിലുണ്ട്. ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? ഇല്ലല്ല. ഈ വിശക്കുന്നവർക്ക് ഭാഷണമല്ല ഭക്ഷണമാണ് വേണ്ടതെന്നാ. അപ്പൊ ഈ ഭാഷണം അപ്പൊ നടക്കണല്ലോ. ഭക്ഷണം കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളമുണ്ടോ? കഞ്ഞിയൊക്കെ ഉണ്ട്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. വിശക്കുന്നവർക്ക് കഞ്ഞിയൊക്കെ ഏർപ്പാടാക്കിയിരുന്നത്. അപ്പൊ പേടിക്കാനില്ല. ഇച്ചിരി ചൂടൊക്കെ ഉണ്ട് അല്ലേ? സാരമില്ല. ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ. അള്ളാന്റെ നരകത്തിന്റെ ചൂട് എത്രയായിരിക്കും? നാറു ജഹന്നമ അശദ്ദു ഹർറാ. യാ അല്ലാഹ്, 1100 ഡിഗ്രി ചൂടാ നമ്മുടെ സൂര്യന് കിടക്കണത്. 2400 ഡിഗ്രി ചൂടുള്ള ഗ്രഹങ്ങളൊക്കെ ഉണ്ട്. എന്തായിരിക്കും ഇതിന്റെ അവസ്ഥ? സുബ്ഹാനല്ലാഹ്. അപ്പോ ഈ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റണില്ല. അള്ളാഹു നാളെ നരകത്തിന്റെ ചൂട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. നക്ഷത്രഗോളങ്ങളെ സംബന്ധിച്ച് സൂര്യനെ സംബന്ധിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ പറഞ്ഞു പോവേണ്ട വാക്കതാണ് അല്ലാഹുവേ ഫഖിനാ അദാബന്നാർ. ഈ സൂര്യന്റെ ചൂട് അല്ലാഹു, ഇത് ഞങ്ങൾക്ക് നീ ഉഷ്ണകാലം തന്നതാ. തണുപ്പ് ബോറടിക്കുമ്പോ അല്ലാഹു ചൂട് തരും, ചൂട് ബോറടിക്കുമ്പോ തണുപ്പ് തരും, തണുപ്പ് ബോറടിക്കുമ്പോ ഹേമന്തകാലം, അത് ബോറടിക്കുമ്പോ ഇച്ചിരി ചൂട്. കാലാവസ്ഥകൾ മാറി മാറി വരുന്നതാണ്. ഇത് മാറി മാറി വന്നില്ലെങ്കിൽ മനുഷ്യന്മാർക്ക് ദുന്യാവ് ബോറടിച്ചേനെയാണ്. മനുഷ്യന്മാരെങ്ങനെയാണ്? കുട്ടികൾക്ക് ഗെയിം കളിച്ച് ബോറടിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. എല്ലാ സൗകര്യത്തിലും ജീവിക്കുന്ന മക്കളെ ഒരു ബുദ്ധിമുട്ടില്ല, അവർക്ക് ബോറടിക്കാണ്. എന്റെ മക്കളോടൊക്കെ ഞാൻ പറയാം, ബോറടിക്കാന്നുള്ള വാക്ക് ജീവിതത്തിൽ പറയാൻ പാടില്ല. ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു വാക്ക് എന്റെ കുഞ്ഞുങ്ങളോട് ഞാനതാ പറയുന്നത്. സ്വന്തം മക്കളോട് പറഞ്ഞു പോകരുത്, ബോറടിക്കാൻ. കാരണം ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മൾ കണ്ടിട്ടില്ല. എന്താ ബോറടിക്കാന്ന് പറഞ്ഞാൽ? എന്തിനാ ബോറടിക്കേണ്ടത്? അപ്പൊ അള്ളാഹു തരുന്ന ഈ ഒരു ചൂട് സൂര്യന്റെ താപമാണ് അല്ലെ? വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം. നട്ടുച്ച നേരത്തെ ചൂട് നരകത്തിന്റെ ആവിയാണെന്നാണ്. അള്ളാഹു നരകത്തെ നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ നമ്മുടെ വിഷയം ഒന്ന് മാറ്റിപ്പിടിക്കുകയാണ്. നമ്മൾ ഔട്ട് ചെയ്തിരുന്ന വിഷയമുണ്ട്, മരണം വ്യത്യസ്ത അനുഭവങ്ങൾ. അതായിരുന്നു ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം. അപ്പൊ ഈ ജുമാക്ക് ഇങ്ങനെ വരുന്ന വരവിൽ നമ്മളെ സംഘാടകരെ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഈ പ്രവാസികളുമായുള്ളൊരു വിഷയം കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നാ പിന്നെ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇപ്പൊ ഈ ഇത്രയും സമയം അതുമായി ഒരു ചെറിയ ചർച്ച നടത്തിയത്. ഇനി നമ്മളൊന്ന് വിഷയം മാറ്റി പിടിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോ ഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം, നട്ടുച്ച നേരത്തെ ചൂട് നരകത്തിന്റെ ആവിയാണ്. ഞങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഹിമ്മയെ സംബന്ധിച്ച്, പനിയെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞൊരു ഹദീസ് അങ്ങനെയുണ്ട്. ഇന്ന ശിദ്ദത്തൽ ഹുമ്മാ മിൻ ഫൈഹി ജഹന്നം, അതിശക്തമായ പനി പിടിച്ചുള്ള ചൂട് നരകത്തിന്റെ ആവിയുടെ ഒരു അംശമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതങ്ങനെ തന്നെ മനസ്സിലാക്കണം എന്നാണ്. ശരീരം നരകമല്ല, നമുക്കറിയാം. ബോഡി ടെമ്പറേച്ചർ അല്ല നരകത്തിന്റെ ചൂട് എന്ന് അറിയാം, സൂര്യനല്ല നരകമെന്നറിയാം. എന്നാലും ഇതിനൊക്കെ നരകവുമായി ഒരു കണക്ഷൻ ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാഹുവിന്റെ നരകം കാക്കേണമേ എന്ന് നബിതങ്ങൾ ദുആരക്കാൻ വേണ്ടി പറയാൻ. വിശുദ്ധ ഖുർആൻ الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض. ഇരുന്നുകൊണ്ടും നിന്നുകൊണ്ടും കിടന്നുകൊണ്ടും അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾ എപ്പോഴും അള്ളാഹുവിനെ പറ്റിയേ പറയുള്ളൂ. നാവിൽ വരുന്നത് അള്ളാഹുവിനെ പറ്റിയാണ്. അങ്ങനത്തെ ഒരു വിഭാഗം ഉണ്ടെന്നാണ്. ഇദാ അഹബ്ബ ശൈഅൻ അക്സറ മിൻ ദിക്രിഹി, ഒരു മനുഷ്യൻ ഒരു കാര്യം ഇഷ്ടപ്പെട്ടാൽ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് ഉലമാ പറയാറുണ്ട്. അത് ഹദീസാണെന്നും പറയാറുണ്ട്. ഇദാ അഹബ്ബ ശൈഅൻ അക്സറ മിൻ ദിക്രിഹി, അങ്ങനെയാണ്.
വെറും പൈസ ഇഷ്ടമുള്ളവർ എപ്പോഴും പൈസന്റെ കാര്യം പറയുള്ളൂ. അങ്ങനെയാണ്. വ്യഭിചാരം ഇഷ്ടപ്പെടുന്നവൻ കാണാൻ ചുരുക്കുള്ള പെണ്ണുങ്ങളെ പറ്റിയേ പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. ഒരു പിന്നെ അതിനെപ്പറ്റി ചർച്ച ഉണ്ടാവുള്ളൂ. കള്ളുകൂടി ഇഷ്ടമുള്ളവൻ എവിടേക്കാണ് നമ്മുടെ ബീവറേജ് ഷോപ്പുകൾ ഫുൾ ലിസ്റ്റ് അവന്റെ കയ്യിലുണ്ടാവും. സിനിമ ഇഷ്ടമുള്ളവരെ ആകെ സിനിമ പേജേ നോക്കുള്ളൂ. സ്പോർട്സ് ഇഷ്ടമുള്ളവര് പത്രം വന്നാലും ന്യൂസ് ആയാലും സ്പോർട്സേ നോക്കുള്ളൂ. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് ആരെയാണ്? അള്ളാഹുവിനെയാണ്, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ ഇഷ്ടപ്പെടുമ്പോ അവരെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ടത്. ആരെ ഇഷ്ടപ്പെടുന്നുവോ അവരെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത്. അങ്ങനെ പറയുമ്പോ നമ്മുടെ അവസാനത്തെ വാക്ക് നന്നായി വരും. നമ്മുടെ മരിക്കുന്ന നേരത്തെ വാക്ക് നല്ല വാക്കായി വരും. നമ്മളൊക്കെ ദുആയിരിക്കൂലേ, അല്ലാഹുമ്മ ജഅൽ ആഖിറ കലാമിനാ ഇൻദൽ മൗത്ത്. പടച്ച റബ്ബേ, ഞങ്ങൾ മരിച്ചു പോകുന്ന നേരത്തെ അവസാനത്തെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധിക്കപ്പെടാൻ അർഹനായി വണക്കവും സർവമാന ഇബാദത്തിനും അർഹതയുള്ള ഒരേ ഒരുത്തനേ ഉള്ളൂ. അതെന്റെ അള്ളാഹുവാണ്, എന്റെ റബ്ബാണ്, അള്ളാഹുവാണ്. അവനല്ലാതെ മറ്റൊരു ഇലാഹും ഇല്ല എന്ന് അവസാനത്തെ വാക്ക് പറഞ്ഞ ആർക്കെങ്കിലും മരിക്കാൻ കഴിയുകയാണെങ്കിൽ അത് നല്ല മരണത്തിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നമ്മൾ പറയുന്നത് ദുന്യാവിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു തരുന്ന ഒരു റിസൾട്ടാണ്. നമ്മൾ മരിക്കുമ്പോ ഈമാൻ തരണേ ദുആയിരിക്കുമല്ലോ, അള്ളാഹു നമുക്കൊക്കെ തരട്ടെ. എനിക്ക് ഈ വിഷയം ഈ വിഷയം തെരഞ്ഞെടുത്തപ്പോഴേ വല്ലാത്തൊരു വിഷമം. റബ്ബേ, നമ്മളിതൊക്കെ പറയാൻ നമുക്കൊരു സൂഉൽ ഖാത്തിമത്ത് നടക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ മരണം എന്തായിരിക്കും നമുക്ക് അറിയില്ലല്ലോ. മരണത്തെ പറ്റി വേറെ പറയാൻ ഭയങ്കര രസമാണ്, കരയാനും കരയിപ്പിക്കാനൊക്കെ പറ്റും. പക്ഷെ അത് ഭയങ്കര ഗൗരവമുള്ള വിഷയം. അത് ടച്ച് ചെയ്ത് പറഞ്ഞാൽ, ഖൽബുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ അത് പറയാൻ കഴിയില്ല. കാരണം സ്വന്തം നഫ്സും ഞാൻ പറയുന്ന ഞാനടക്കം ഇതിൽ ബാധകമാണ്. നമ്മളെല്ലാവരും ഇതിൽ ബാധകല്ലേ. നമുക്ക് മരണസമയത്ത് ചൊല്ലിത്തരും, ചിലപ്പോ ചൊല്ലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും മോനെ, ചൊല്ലാൻ പറ്റൂല, അങ്ങനെ ഉണ്ടാവും. ചൊല്ലാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണം ആസന്നമായി കിടക്കുന്ന ഒരു രോഗിയുടെ അരികത്തേക്ക് വരികയും ആ രോഗിയുടെ ശരീരത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇന്നീ ലഅലമു മാ യൽഖാ. ആ രോഗിക്ക് തോന്നുന്ന അവസ്ഥ എന്താണെന്ന് എനിക്ക് സത്യമായിട്ടും അറിയാം. ഇപ്പോ ഞങ്ങൾ പറയാം, ആ മരിക്കുന്ന ആളുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. മരണം അനുഭവിക്കുന്ന അനുഭവം എന്താണെന്ന് എനിക്ക് കണ്ടാൽ തന്നെ അറിയാമെന്ന് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മാ ഫീഹി ഇർഖുൻ ഇല്ലാ വഹുവ യഅലമു ബിൽ മൗതി അലാ ഹിദതി. ശരീരത്തിലുള്ള എല്ലാ ഇർഖും ഞരമ്പും ഓരോ ഞരമ്പും മരണം ആസന്നമാകുന്ന രോഗിക്ക് വേദന നൽകുന്നുണ്ടെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഹബീബിന്റെ പുതിയാപ്പിള അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം ഏതൊരു അല്ലാഹുവിന്റെ കയ്യിലാണോ ആ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലഅൽഫു ദർബത്തിൻ ബിസ്സൈഫ് ലഅഹ്വനു മിൻ മൗത്തിൻ അലാ ഫിറാഷ്. ശരീരത്തിലേക്ക് 1000 വാളിന്റെ വെട്ടി വീഴുന്നതിനേക്കാളും ഗൗരവമാണ് വിരിപ്പിൽ കിടന്നുള്ള മരണമെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 1000 വെട്ടുകൊള്ളുന്ന വേദനയെക്കാളും പ്രയാസം അനുഭവിക്കുന്നുണ്ട് വിരിപ്പിൽ കിടക്കുന്ന മരിക്കുന്ന ഒരു മയ്യത്തിനെന്ന്. യാ അല്ലാഹ്, അല്ലാഹു നമുക്ക് സലാമത്ത് തരട്ടെ. നമുക്കത് കാണാൻ പറ്റൂല, അതാണ് അത്ഭുതം. രോഗിക്ക് ചിലപ്പോൾ പെടച്ചിലൊന്നും അനുഭവപ്പെട്ടില്ല എന്ന് വരും. പക്ഷേ ആലമുൽ ബർസഖിന്റെ ലോകമാണ്. മരണമാസന്നമായാൽ തന്നെ മലക്കുകളെ കാണാൻ കഴിയും. നമുക്ക് മലക്കുകളെ കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പോ ഇല്ല. മരണമാസന്നമാകുന്ന രോഗികൾക്ക് മലക്കുകളെ കാണാൻ കഴിയും. അവർക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റും. ഒരുപാട് സംഭവങ്ങളുണ്ട്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു ഫാത്തിഹു മിസ്ർ കീഴടക്കിയ മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, മസ്ജിദ് ഫുസ്താത്തിന്റെ ഉടമ. മഹാനവറുകൾ മരിക്കാൻ കിടക്കുമ്പോ പ്രിയപ്പെട്ട മോൻ പറഞ്ഞു വാപ്പയോട്, ഉപ്പാ, നിങ്ങൾ പറയാറുണ്ടായിരുന്നല്ലോ ഉപ്പാ, ഇന്നി ലഅജബു മിൻ റജുലിൻ നസല ബിഹിൽ മൗതു വമഅഹു അഖ്ലുഹു വലിസാനുഹു കൈഫ ലാ യസിഫു. ഞാൻ അത്ഭുതപ്പെടുകയാണ്. നാവും ബുദ്ധിയും ശരീരവും
സംസാര സിദ്ധിയുമൊക്കെ ഉള്ള ഒരാൾ മരണമാസന്നമാകുമ്പോ ആ മരണം എങ്ങനെയാണെന്ന് എന്തുകൊണ്ട് അവർക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്ന് മരിക്കുന്ന ആളെ കുറിച്ച് എനിക്ക് അത്ഭുതമുണ്ട് എന്ന് പറഞ്ഞ സ്വഹാബിയായിരുന്നു അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു. ഇവര് പറയാൻ മരിക്കുന്ന ആൾ എന്താ പറഞ്ഞു തരാത്തത്, എന്താണ് മരണമെന്ന് എന്തുകൊണ്ട് പറഞ്ഞിരുന്നില്ല? നാവുണ്ടല്ലോ, ബുദ്ധിയും ഉണ്ടായിരിക്കെ മരണത്തിന്റെ അവസാന ഘട്ടങ്ങളിലെങ്കിലും ഒന്ന് പറഞ്ഞെന്നൂടെ എന്താണ് മരണത്തിന്റെ അനുഭവമെന്ന് എന്ന് ചോദിച്ചിരുന്നു. അപ്പോഴാണ് മോൻ ചോദിക്കണത്, ഉപ്പാ നിങ്ങൾക്ക് ആ അവസ്ഥ വന്നിരിക്കുകയാണ്, നിങ്ങളൊന്ന് പറഞ്ഞൊരു എങ്ങനെയാ മരണമെന്ന്. നിങ്ങൾ പറയാറുണ്ടല്ലോ മറ്റുള്ളവരെ കുറിച്ച് എനിക്ക് അത്ഭുതമുണ്ട് എന്ന്, നിങ്ങൾ എന്ത് പറയുന്നു? യാ ബുനയ്യ, മോനെ, അൽ മൗതു അഅ്ളമു മിൻ അൻ യൂസഫ്, വിവരിക്കപ്പെടാൻ കഴിയാത്ത വിധം ഗൗരവമാണ് മരണം. ലാകിൻ ലഅസിഫു സഅസിഫു ലക ശൈഅൻ മിൻ, കുറച്ച് ഞാൻ വിശദീകരിച്ചു തരാം. വല്ലാഹി, അല്ലാഹനെ തന്നെയാണ് സത്യം, ലക അന്ന അലാ കതിഫി ജിബാലു റിദ്വാ വ തിഹാമ, തിഹാമയുടെയും റിദ്വയുടെയും രണ്ട് മഹാപർവ്വതങ്ങൾ എന്റെ രണ്ട് തോളിൽ വെച്ച് തന്ന പോലെ തോന്നുന്നുണ്ട് എനിക്ക്. നിൽക്കുന്ന ആൾക്ക് തോന്നാണ് വലിയ പർവ്വതം, ഒരു ചാക്കി സിമന്റ് എന്നല്ല പറഞ്ഞു, വലിയ പർവ്വതം എന്റെ രണ്ട് ചുമരുകളിൽ വെച്ച് തന്ന പോലെ. ഒരു സൂചിയുടെ ദ്വാരത്തിലൂടെ മാത്രം ശ്വസിക്കുന്ന പോലെ എന്റെ മൂക്കിന്റെ ആ ഒരു ദ്വാരത്തിന്റെ വിസ്തൃതിയൊന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല. ശ്വാസം വളരെ പ്രയാസപ്പെട്ട് ഒരു സൂചി മുനയിലൂടെ ശ്വസിക്കുന്ന പോലെ. അതിശക്തമായ മുള്ളുകൾ എന്റെ വയറിനുള്ളിലേക്ക് കയറിയതുപോലെ. ആകാശം ഭൂമിയുടെ മേൽ തൊട്ടു കിടക്കുകയും ഞാൻ അതിന്റെ ഇടയിൽ പെട്ടുപോവുകയും ചെയ്ത പോലെ. അങ്ങനെയാണ് മരണമെന്ന് മഹാനായ അംറു ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു സ്വന്തം മോനോട് പറയുന്നു. അങ്ങനെയുള്ളൊരു അനുഭവം അത്രയും വലിയ അനുഭവമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബിയുടെ ഖബറുള്ളത് ഹിബ്രോണിലാണ്, ഫലസ്തീനിൽ. ഇവിടെ പോയി സിയാറത്ത് ചെയ്യാൻ അവസരം ഉണ്ടായി. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. കൈഫ വജത്തൽ മൗത്ത്, എങ്ങനെയുണ്ടായിരുന്നു ഇബ്രാഹിം നബിയെ മരണം എന്ന് ചോദിച്ചപ്പോ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം 200-ാമത്തെ വയസ്സിലാണ് വഫാത്തായി. 200-ാമത്തെ വയസ്സിലാണ്, 200 കൊല്ലം ജീവിച്ച മഹാനാണ്. അപ്പൊ പറഞ്ഞു, വളരെ ലോലമായിരുന്നല്ലോ, ഞാൻ വിചാരിച്ചത്ര അങ്ങ് ഉണ്ടായില്ലല്ലോ. അമ്മാ ഇന്നാ ഖദ് ഹവ്വനാ അലൈക, ഇബ്രാഹിം നബിയെ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ഞാനത് നിങ്ങൾക്ക് എളുപ്പമാക്കി തന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പ്രയാസമില്ലാതെ പോയത്. സത്യത്തിൽ അത് വലിയ പ്രയാസമുള്ള അനുഭവമായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, നൂഹ് നബി സയ്യിദുൽ ശൈഖുൽ അംബിയാ ആണ്. 1000-ലേറെ കൊല്ലം ജീവിച്ച് മരിച്ചു പോകുമ്പോ ചോദിച്ചു, കൈഫ വജത്ത ദുനിയാ, എങ്ങനെയുണ്ടായിരുന്നു ജീവിതം ദുനിയാവിൽ? പറയാണ്, ഞാൻ ദുനിയാവ് കദാരിൻ ലഹു ബാബാൻ, 2 വാതിലുകളുള്ളൊരു വീട് പോലെ. ദഖൽതു മിൻ ഇഹ്ദാഹാ വഖറജ്തു മിനൽ ഉഖ്റാ, ഞാൻ ആ ഒരു വാതിലിലൂടെ ഒരു വശത്ത് കൂടെ കടന്നു, അടുത്ത റൂമിലൂടെ പുറത്തിറങ്ങിയ പോലെ. നമ്മൾ മുമ്പൊക്കെ കേൾക്കുമ്പോ ചിലർക്ക് എത്ര വയസ്സായി, 50, മുമ്പൊക്കെ ചിലർ മരിച്ചു എന്നൊക്കെ നമ്മൾ പത്രത്തിലൊക്കെ ചില ബൈക്ക് അപകടങ്ങളൊക്കെ, എത്രയായിരുന്നു വയസ്സ്? 35 വയസ്സ്. മരിക്കാനൊക്കെ നേരമായല്ലോ. നമുക്ക് 35 വയസ്സാകുമ്പോഴേക്ക് അള്ളാഹ് അതൊന്നും ഒരു പ്രായം തന്നെ അല്ലല്ലോ. ഇപ്പൊ ഈ 35, 40, 50 എന്നൊക്കെ ആകുമ്പോ 50-60 വയസ്സുള്ളവർക്ക് തോന്നുന്നുണ്ടോ ഈ 60 കൊല്ലം എത്ര പെട്ടെന്നാ കഴിഞ്ഞു പോയത്? വളരെ പെട്ടെന്നില്ല, ഓർമ്മ പോലും വരുന്നില്ലല്ലോ. റബ്ബേ, എത്ര പെട്ടെന്ന് കഴിഞ്ഞു പോയോ. ദുന്യാവ് തന്നെ മരിച്ചു പോകുമ്പോ അങ്ങനെയാ തോന്നുന്ന, വളരെ പെട്ടെന്ന് കഴിഞ്ഞല്ലോ റബ്ബേ. പ്രവാസ ലോകത്തൊക്കെ വളരെ വലിയൊരു അനുഭവമാണത്. 10 കൊല്ലായി ഗൾഫിൽ വന്നിട്ട്, യാ അല്ലാഹ് 10 കൊല്ലായി, ഞാൻ ഇപ്പൊ വിസിറ്റ് വന്നിട്ടേ ഉള്ളൂ. ആ പറഞ്ഞ ആൾക്ക് 10 കൊല്ലാവും പറയും, റബ്ബേ ഇത് എത്ര പെട്ടെന്നാ കഴിഞ്ഞു പോകുന്നത്. സുബ്ഹാനല്ലാഹ്, ജീവിതം വളരെ ഫാസ്റ്റാണ്. നമ്മുടെ കുട്ടികൾക്ക് വയസ്സാകുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. വാപ്പാക്ക് വയസ്സാവണില്ല എന്നാ വിചാരം. കുട്ടിക്ക് 9 വയസ്സായി, ആ 9 വയസ്സ് വാപ്പാക്കും കൂടിയില്ലേ. ജീവിതം വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോവാൻ, മരണത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല ആ നേരത്ത് അവന്റെ കലിമ ചൊല്ലാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മഹാനായ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ തങ്ങൾ മരണം ആസന്നമായ ഒരാളുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമോനെ എന്ന് പറഞ്ഞപ്പോ, ഹൈഹാത്ത് ഹീല ബൈനി വ ബൈനഹാ, എനിക്ക് പറയണം തോന്നുന്നുണ്ട്, പക്ഷെ പറയാൻ പറ്റുന്നില്ല.
ഹീല ബൈനി വബൈനഹ, എന്റെയും അതിന്റെയും ഇടയിൽ മറവെച്ച പോലെ എന്ന് ആ മനുഷ്യൻ പറഞ്ഞത് മഹാനവറുകൾ കേൾക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഹീല ബൈനഹും വബൈന മാ യശ്തഹൂൻ, നമ്മൾ ആഗ്രഹിക്കുന്ന പലതിന്റെയും ഇടയിൽ മറവീഴുന്ന ഒരു സമയമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണേ എന്ന് മരിക്കാൻ പോകുന്ന മറ്റൊരാളോട് പറയപ്പെട്ടപ്പോൾ അയാളുടെ മറുപടി, മാ യൻഫഉനി മാ തഖൂൽ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാനിപ്പോ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു തെറ്റുപോലും ഉപേക്ഷിക്കാതെ എല്ലാ തെറ്റുകളും ചെയ്ത് നടന്ന ആളല്ലേ ഞാൻ, പിന്നെ എന്തിനാണ് ഞാനത് പറയേണ്ടത്? അത് പറഞ്ഞപ്പോഴേക്കും മരണം സംഭവിച്ചു. ആ വാക്കുകളൊക്കെ പറഞ്ഞ ആൾക്ക് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാമായിരുന്നു, തൗഫീഖ് ഉണ്ടായില്ല. അതിന്റെ അർത്ഥം ജീവിതകാലത്ത് നമ്മൾ ഈ ദിക്ർ കൊണ്ടു നടന്നില്ലെങ്കിൽ നാവിന് വഴങ്ങാൻ പറ്റൂല. പാട്ടുപാടി നടക്കുന്നവർ പാട്ടുപാടിയിട്ടായിരിക്കും മരിക്കാൻ. അങ്ങനെയാണ്. മൂളിപ്പാട്ട് പാടി നടക്കുന്നവരില്ലേ, അവർക്ക് ആ നേരത്തും അതായിരിക്കും വരിക. നമ്മൾ എന്താണ് എന്താണോ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മെ സ്വാധീനിക്കുക. അള്ളാഹു നമുക്ക് നന്മ തരട്ടെ, അള്ളാഹു നമുക്ക് നന്മ തരട്ടെ. യാ ഫുലാൻ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. കള്ളു കുടിച്ചുകൊണ്ടിരുന്ന ഒരാൾ മരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമോനെ എന്ന് പറഞ്ഞപ്പോ, ലാ ഇശ്റബ് അൻത സുമ്മ സ്ഖിനി, നീ കുടിച്ചോ, ഞാൻ പറയുന്നില്ല, നീ കുടിക്ക്, എന്നിട്ട് പിന്നെ എന്നെ കുടിപ്പിക്ക്. നീ കുടിച്ചിട്ട് എനിക്ക് ബാക്കിയതാ. എവിടെ എപ്പോഴും കള്ളുഷാപ്പ് പോയി പറഞ്ഞിരുന്ന വാക്കതാണ്. അത് പറഞ്ഞു മരിച്ച ആളുകളുണ്ട്. ഇതൊക്കെ നമ്മുടെ ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. കള്ളുകുടിയന്മാർക്ക് ഈ അനുഭവം വരാൻ പോകുന്നു. എങ്ങനെ? നീ കുടിക്ക്, ബാക്കി എനിക്ക് താ. മരിക്കുമ്പോ പറയാൻ, അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന നേരത്താണ് റൂഹ് പിടിക്കപ്പെടുന്നത്. ഒരുപാട് തെറ്റ് ചെയ്തിരുന്ന ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ മോനെ എന്ന് പറഞ്ഞപ്പോ, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി ഒരു നിസ്കാരം പോലും കൃത്യമായി നിർവഹിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഞാനിത് പറയേണ്ടത് എന്ന് പറഞ്ഞപ്പോഴേക്കും മരണം സംഭവിക്കുകയായി. നിസ്കരിച്ചിട്ടില്ലല്ലോ, ഓർമ്മ വരും ആ നേരത്ത്. അല്ലാഹുവേ. മഹാനായ അബ്ദുൽ അസീസ് ഇബ്നു അബീ ദാവൂദ് റളിയല്ലാഹു അൻഹു മരണമാസന്നമായ ഒരു മനുഷ്യന്റെ അനുഭവം പറയുന്നുണ്ട്. ആ മനുഷ്യൻ അവസാനം പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്നതിലൊന്നും എനിക്ക് വിശ്വാസമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും മോനെ എന്ന് പറഞ്ഞപ്പോ എനിക്കതിൽ വിശ്വാസമില്ല, എന്നെ കൊണ്ട് പറയാൻ കഴിയില്ല, എനിക്കത് വിശ്വാസമില്ല. ചെസ് കളിച്ചുകൊണ്ടിരുന്ന ഒരാൾ, എപ്പോഴും ചെസ് കളിയാണ്. അപ്പോ മരിക്കാൻ നേരത്തെ ആ മനുഷ്യനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോ ഫഖാൽ ഷാഹക ഫിൽ ലൈബ്, ആ കിങ് എവിടെ, രാജാവ് എവിടെ, രാജാവിനെ അങ്ങോട്ട് നീക്കി വെക്ക്. ചെസ് കളിക്കുന്ന ഓർമ്മയാണ് മരിക്കാൻ കിടക്കുമ്പോഴേ. ഇന്നമൽ അഅമാലു ബിഖവാതിമിഹാ, ഒരു മനുഷ്യന്റെ അമലുകൾ സ്വീകരിക്കപ്പെടുന്നതും നിശ്ചയിക്കപ്പെടുന്നതും അവസാനം എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ടാണ്. അവസാനം എങ്ങനെയുണ്ട്? തിന്മ ചെയ്ത് നടന്നിരുന്നൊരു മോൻ, ഉമ്മ ഒരുപാട് നേരം പറയുമായിരുന്നു, മോനെ തിന്മ ചെയ്യല്ലേ, തിന്മ ചെയ്യല്ലേ മോനെ, തിന്മ ചെയ്യല്ലേ. പറഞ്ഞ കേൾക്കൂലായിരുന്നു. ഒരുപാട് ഉമ്മമാര് കരയുന്നുണ്ട് മക്കളോട്, മോനെ കള്ളു കുടിച്ചിട്ട് കയറി വരെ വീട്ടിലേക്ക്. പതിരാ നേരത്തെ ഉമ്മ ചീത്ത പറയുന്നുണ്ട്, വാക്കുകൾ ഏശുന്നില്ല, നാട്ടുകാർക്ക് വിഷമുണ്ട്, ആര് പറഞ്ഞാലും കേൾക്കുന്നില്ല. പ്രിയപ്പെട്ട ഉമ്മ ഈ മോനോട്, മോനെ നീ തിന്മ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ തിന്മ ചെയ്യപ്പെടുന്ന ഒരു നാട്ടിലേക്ക് യാത്ര പോകുന്നു. പോയത് ചൈനയിലെ ഒരു സിറ്റിയിലേക്കാണ്. വ്യഭിചാരം നടക്കപ്പെടുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ. ചെറുപ്പക്കാരൻ നടന്നു പോകും. ഈ അടുത്ത് നടന്ന സംഭവം. പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞു, മോനെ പോവല്ലേ പോവല്ലേ, ഉമ്മാക്കറിയാം ഇവൻ പോകുന്നത് തെറ്റ് ചെയ്യാനാ. അവിടെ എത്തിയപ്പോ കുറച്ച് സുഹൃത്തുക്കൾ, ഇങ്ങനെയാണ്, ഏത് തിന്മക്ക് തിന്മയുടേതായ അസ്ഹാബുകൾ ഉണ്ടാകും, നന്മക്ക് നന്മയുടെ അസ്ഹാബുകൾ ഉണ്ടാകും. നമുക്ക് അല്ലാഹുവിനോട് സ്വാലിഹീൻ, നല്ലവരായ കൂട്ടുകാരെ തരണേ പടച്ചവനെ എന്നാ ചോദിക്കണം. അള്ളാഹു നമുക്ക് തരട്ടെ. ഇഖ്വാന് സൂ ഉണ്ടാവും, തിന്മയുടെ കൂട്ടുകാർ. അള്ളാഹു നമ്മുടെ മക്കളെയും നമ്മൾക്ക് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആ മോൻ ഹോട്ടലിലേക്ക് കയറി ചൊല്ലുന്നു. അപ്പോഴേക്കും അവിടെ കള്ളുകുടിയന്മാരായ കൂട്ടുകാർ റെഡിയുണ്ട്. അവിടെ പെണ്ണുങ്ങൾ റെഡിയാണ്, അവിടെ ചില നൈറ്റ് കഫേകൾ റെഡിയാണ്. ആഘോഷ തിമർപ്പുകളുടെ രാവുകളാണ്. അപ്പൊ പിറ്റേ ദിവസം വന്നപ്പോ തന്റെ കൂട്ടുകാരൻ ചോദിച്ചു, പോവല്ലേ, ഇന്നാലിന്റെ ക്ലബിൽ ഇന്നാലിന്റെ പരിപാടി ഉണ്ട്, പോവല്ലേ. ഈ ചെറുപ്പക്കാരൻ മുസ്ലിമാണ്, ഒരു അറബിയാണ്. അപ്പോ
ആള് പറഞ്ഞു, ഇന്ന് രാത്രി ഞാൻ ഒരു പെണ്ണിന്റെ കൂടെ ബുക്ക് ചെയ്തിരിക്കുകയാണ് ഈ ഹോട്ടലിൽ, ഇന്ന് ഞാൻ വരുന്നില്ല, നാളെ വരാം. എന്നാ പിന്നെ നാളെ കാണാന്ന് പറഞ്ഞ് കൂട്ടുകാരൻ പോയതാണ്. പിറ്റേന്ന് രാവിലെ ഇയാളെ കാണാൻ വേണ്ടി വന്നു നോക്കുമ്പോ പരിസരത്താകെ പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും വന്ന് നിറഞ്ഞിരിക്കുകയാണ്. ആളുകൾ ജനത്തിരക്കുണ്ടവിടെ, ആ ഹോട്ടലിന്റെ പരിസരം മുഴുവനും. ചോദിച്ചു, എന്ത് പറ്റി? പറഞ്ഞു, നിനക്കെന്താ ഇവിടെ? എന്റെ അറിയുന്നൊരു കൂട്ടുകാരൻ ഇന്നാലിന്റെ ഫ്ലോറിലുണ്ട്, ഇന്നാലിന്റെ ഹോട്ടലിന്റെ റൂമിൽ എന്റെ കൂട്ടുകാരൻ ഇരിപ്പുണ്ട്, ഞാൻ അയാളെ കാണാൻ വന്നതാണ്. സഹോദര, കാം ഡൗൺ, വിഷമിക്കാതിരിക്കെ. ഈ ഹോട്ടലിൽ ഇന്നലെ തീ പിടിച്ചിരിക്കുകയാണ്. ഈ ഹോട്ടലിന് തീ പിടിച്ചിരിക്കുകയാണ്. നീ പറഞ്ഞു റൂം നമ്പർ എത്ര? റൂം നമ്പർ ഇത്ര. ഈ റൂം നമ്പറിൽ നിന്ന് 2 പേരെ കണ്ടുകിട്ടി. ഒരാൾ ഒരു അറബിയാണെന്ന് തോന്നുന്നു, അയാളുടെ കൂടെ ഒരു പെണ്ണുമുണ്ട്. 2 പേരും മരിച്ചിരിക്കുകയാണ് ഇന്നലത്തെ രാത്രിയിൽ തീപിടുത്തത്തിൽ. ആ ഒരു ഉമ്മയുടെ വിഷമം ആലോചിച്ച് നോക്കുക. മോനെ പോവല്ലേ, മോനെ ഹറാമിലേക്ക് പോവല്ലേ എന്ന് പറഞ്ഞത് കേൾക്കാതെ പോയിട്ട് ഒരു ഹോട്ടലിന്റെ ഉള്ളിൽ മുറിയെടുത്ത് ഹറാമ് ചെയ്യാൻ വേണ്ടി കയറി നിൽക്കെ അള്ളാഹുവിന്റെ അദാബ് വരാ. അള്ളാഹുവിന്റെ മരണം അള്ളാഹു അലംഘനീയമാക്കി വെച്ച നേരം അവൻ ആസന്നമാവുകയാണ്. ഇറങ്ങി ഓടാൻ പറ്റുമോ? ഖാതിമത്തു സൂ, എന്താണ് ആ മനുഷ്യന്റെ അവസ്ഥ? അള്ളാഹു എല്ലാ മുസ്ലിമീങ്ങൾക്കും പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു എല്ലാ മുഅ്മിനീങ്ങൾക്കും പുറത്തു കൊടുക്കട്ടെ. പ്രേമങ്ങളിൽ കുരുങ്ങിക്കഴിയുന്നവരെ, പ്രേമം തലക്കടിച്ചു കഴിയുന്നവരെ, അവരുടെ മരണം അങ്ങനെയാണ്. മഹാനായ ഇബ്നു ഖയ്യിം തങ്ങൾ തന്നെയാണ് അല്ലാമ ഇബ്നുൽ ജൗസി, അബ്ദുറഹ്മാൻ ഇബ്നുൽ ജൗസി ഉദ്ധരിച്ചിട്ടുണ്ട്. ഹമ്മാമു മുൻജാബി എന്ന് പറഞ്ഞ സിറിയയിലെ ഒരു കുളിപ്പുരയിലേക്ക് കയറി വന്നൊരു ഒരു പെണ്ണിന്റെ കഥ. ഒരു ചെറുപ്പക്കാരന്റെ വീട് അവിടുത്തെ ഒരു കുളിപ്പുരയുടെ ഡോറ് പോലെയായിരുന്നു. ആ പെണ്ണ് ചോദിച്ചു, ഇവിടെയാണോ പൈസ കൊടുത്ത് കുളിക്കുന്ന കുളിപ്പുര, ഇതാണോ? അതേന്ന് പറഞ്ഞു. ആ കുളിപ്പുരയിലേക്ക് കയറിയതേ ഉള്ളൂ. ആ പെണ്ണിന് മനസ്സിലായി, ഞാൻ വഞ്ചിക്കപ്പെടുകയാണ്. ചെറുപ്പക്കാരൻ ഹറാമിലേക്ക് വിളിക്കാൻ ചോദിച്ചു ചെറുപ്പക്കാരനോട് പെണ്ണ് പറഞ്ഞു, പിന്നെ ഈ രാത്രി നമുക്ക് ആഘോഷിക്കാനുള്ള രാത്രിയല്ലേ, അതുകൊണ്ട് നീ പോയിട്ട് കള്ളൊക്കെ മേടിച്ചിട്ട് വാ, ഞാൻ ഇവിടെ തന്നെ നിൽക്കാന്ന് പറഞ്ഞു. ഓ, നീ റെഡിയാണല്ലേ? ഇവൻ വിചാരിച്ചു ആ പെണ്ണുമായി വ്യഭിചരിക്കാൻ കിട്ടിയ അവസരമാണെന്ന്. അവൻ ഓടുകയാണ് കള്ള് വാങ്ങിക്കാൻ ഓടിയപ്പോഴേക്കും ഈ പെണ്ണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ ഇയാൾക്ക് ഭ്രാന്ത് പിടിക്കാനുണ്ടായത്. പിന്നെ ഭ്രാന്തായിരുന്നു. എപ്പോഴും പാടി നടക്കും, ഒരു ദിവസം തളർന്ന അവശയായി ഒരു സുന്ദരിയായ പെണ്ണ് മുൻജാബിയുടെ കുളിപ്പുര ഏതാണെന്ന് ചോദിച്ചു വന്ന ആ പെണ്ണ്, എവിടെ പോയി, എനിക്ക് കാണാൻ കിട്ടുന്നില്ലല്ലോ എന്ന് പ്രേമ നൈരാശ്യത്തോടുകൂടെ മദ്യപാനിയായി ദുർനടപ്പുകാരനായി മാറിയൊരു ചെറുപ്പക്കാരൻ. ചില ചെറുപ്പക്കാർ കള്ളുകുടിക്കുന്ന പ്രേമ നൈരാശ്യം വരുമ്പോഴാണെന്നാ. സുബ്ഹാനല്ലാഹ്, എന്തൊരു മോശാണത്. പ്രേമം തന്നെ ഹറാം, പിന്നെ അതിന്റെ പിന്നിൽ മദ്യപാനവും. അള്ളാഹു നമ്മുടെ ചെറുപ്പക്കാരെ കാത്ത് രക്ഷിക്കട്ടെ. ഇയാളിങ്ങനെ ഭ്രാന്ത് പിടിച്ച് പാടി നടക്കുമ്പോഴാ ഒരു വില്ലയുടെ മുകളിൽ നിന്ന്, ഒരു ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് ഈ പെണ്ണിങ്ങനെ മറുപടി കൊടുത്തു, ഹല്ലാ ജഅൽത ലഹാ ലമ്മാ ഖലൗത ബിഹാ ഹറസം മിനദ്ദാരി ഔ ഖുഫലം മിനൽ ബാബി. ആ പെണ്ണിനെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോഴേ ഒറ്റയ്ക്ക് അവളെ വെച്ചങ്ങ് ഓടിപ്പോയേ ചെയ്തത്. ആ ഡോറൊന്ന് പൂട്ടിക്കൂടായിരുന്നോ? ഒരാളെ കാവല് നിർത്തിക്കൂടായിരുന്നോ? ഇതും കൂടെ കേട്ടപ്പോ അയാൾക്ക് തലക്കടിയേറ്റ പോലെയായി. മരിക്കാൻ കിടക്കുമ്പോ ഈ മനുഷ്യനോടൊന്നും ഇങ്ങനെ പറയാണ്, മോനെ ചൊല്ലു മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇയാൾ പറഞ്ഞ പാട്ട് ഇതാണ്, മരിക്കുമ്പോ പറഞ്ഞ പാട്ട് ഇതാണ്, യാ റബ്ബ ഖായിലത്തിൻ യൗമൻ വഖത് തഇബത് അയ്ന ത്വരീഖു ഇലാ ഹമ്മാമി മുൻജാബി. പ്രേമം തലക്കടിച്ചു മരിക്കുന്നവർ, അവരുടെ മരണത്തെ അവസാന വാക്കുകൾ അങ്ങനെയാണ്, പ്രേമത്തിന്റെ വാക്കുകള്. അയ്ന ത്വരീഖു, എവിടെയാണ് വഴി, എങ്ങനെയാണ് മരിക്കേണ്ടതെന്നറിയില്ല. മരണത്തിന് ആസന്നമാകുന്ന നേരത്തിന് വേണ്ടി റെഡിയാവാൻ അറിഞ്ഞിരുന്നില്ല. നമ്മൾ ഓർക്കണമേ, എത്രയോ നല്ല മരണങ്ങൾ ഇപ്പുറത്ത് നടക്കുന്നുണ്ട്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു മരണത്തോടടുക്കുന്ന നേരത്തെ അല്ലാമ മുസ്നി തങ്ങൾ വന്ന് സന്ദർശിക്കുന്നു. പ്രഗത്ഭനായ പണ്ഡിതരെ മഹാനവറുകൾ ചോദിച്ചു ഷാഫിഈ തങ്ങളോട്, കൈഫ അസ്ബഹത, ഇമാം അവറുകളെ എങ്ങനെയുണ്ട്? മരിക്കാൻ പോവാണ് നമ്മുടെ ഇമാമുന മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു. അസ്ബഹതു മിനദ്ദുനിയാ റാഹില, ഈ ലോകത്ത് നിന്ന് ഞാൻ പുറപ്പെടുകയാണ്. വലിൽ ഇഖ്വാനി മുഫാരിഖ, എന്റെ കൂട്ടുകാരോട് യാത്ര പറയുകയാണ്.
വലികഅസിൽ മനിയതി ശാരിബാ, മരണത്തിന്റെ ചഷകം ഞാൻ കുടിക്കാൻ പോവുകയാണ്. വലിസൂഇ അമലി മുലാഖിയാ, എന്റെ തിന്മകളെ ഞാൻ കാണാൻ പോകുന്നു. വഇൽമുല്ലാഹി വാരിദ വഇൽമുല്ലാഹി വാരിദ ഫലാ അദ്രി അറൂഹി തസീറു ഇലൽ ജന്നതി ഫഉഹന്നിഹാ അം ഇലൻ നാരി ഫഉഅസ്സിഹാ. എനിക്കറിയുന്നില്ല എന്റെ ആത്മാവ് സ്വർഗത്തിലേക്കാണോ പോകുന്നത്, അങ്ങനെ എന്റെ ആത്മാവിനെ ഞാൻ ആശംസിക്കണമോ, അതല്ല എന്റെ ആത്മാവ് പോകുന്നത് നരകത്തിലേക്കാണോ, എന്റെ ആത്മാവിനോട് അനുശോചനം അറിയിക്കണോ എന്ന് എനിക്കറിയുന്നില്ല. ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു എന്നിട്ട് കരഞ്ഞു. പിന്നൊരു കവിത ചൊല്ലി മഹാനോ. ഹുജ്ജത്തുൻ ഫിൽ ലുഗ, ഭാഷയിൽ ഹുജ്ജത്താണ് മഹാനായ ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു. മനോഹരമായ ഒരു കവിത ചൊല്ലി. അള്ളാഹുവിന്റെ റഹ്മത്തിനെ പറ്റിയുള്ള വിചാരത്തിലാണ് നമ്മൾ മരിക്കേണ്ടതെന്നാണ്. ആ കവിതകളുടെ മൊത്തം ആശയം അതാണ്. അഹ്സിനു ളന്നകും ബില്ലാഹ്, മരിക്കുമ്പോൾ അള്ളാഹിനെ പറ്റി നല്ലത് വിചാരിക്കും. എന്റെ അള്ളാഹു എനിക്ക് പുറത്തു തരും, എന്റെ റബ്ബ് എനിക്ക് മാപ്പ് തരും. എന്നെ പോലെ എത്രയോ തെറ്റുകാർക്ക് അള്ളാഹ് പുറത്തു കൊടുത്തില്ലേ. ഞാൻ അള്ളാഹു അല്ലാത്ത ഒരു ദൈവത്തെ ഞാൻ ആരാധിച്ചിട്ടില്ലല്ലോ, ഞാൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത ആളല്ലേ. എത്രയോ മുസ്ലിമീങ്ങളല്ലാത്തവർ വേറെ ഉണ്ടല്ലോ, അള്ളാഹ് എനിക്ക് മാപ്പ് തരും. ആ ചിന്തയിലാണ് നമ്മൾ ഓരോരുത്തരും മരണസമയത്ത് കിടക്കേണ്ടതെന്ന്. അള്ളാഹു നമുക്ക് അങ്ങനെ നല്ല ഹുസ്നുൽ ളന്ന അള്ളാഹുവിനെ പറ്റി അള്ളാഹു നമുക്ക് തരട്ടെ. ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞ വാക്ക് ചൊല്ലി ഞാൻ അവസാനിപ്പിക്കുകയാണ്. വലമ്മാ ഖസാ ഖൽബി വളാഖത് മദാഹിബി വലമ്മാ ഖസാ ഖൽബി വളാഖത് മദാഹിബി ജഅൽതു الرجا مني لعفوك سلما تعاظمني ذنبي فلما قرنته بعفوك ربي كان عفوك أعظما فما زلت ذا عفو عن الذنب لم تزل تجود وتعفو منة وتكرما فلولاك لم ينج من إبليس عابد وكيف وقد أغوى صفيك آدما. അള്ളാഹുവേ, എന്റെ ഹൃദയം കടുത്തു പോവുകയും എനിക്ക് പോകാനുള്ള വഴികൾ മുഴുവനും സങ്കുചിതമാവു പോവുകയും ചെയ്തപ്പോ അള്ളാഹുവേ, നിന്റെ പരിശുദ്ധമായ അഫുവിലേക്ക് ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു. റബ്ബേ, നീ എനിക്ക് പുറത്തു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അള്ളാഹുവേ, നമ്മുടെ യതീംഖാന ഇവിടെ നിർമ്മാണം തുടങ്ങാൻ പോകണ അറിയാലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാരും നല്ലൊരു സംഭാവന ഇട്ടുകൊടുക്കണേ. ബിസ്മില്ലാഹ്. തആളമനി ദംബി ഫലമ്മാ ഖറൻതുഹു, എന്റെ പാപങ്ങൾ ഒരുപാടുണ്ട് റബ്ബേ. എന്റെ പാപങ്ങൾ നിന്റെ മാപ്പുമായി ഞാൻ താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ബിഅഫ്വിക റബ്ബി കാന അഫൂക അഅളമാ, എന്റെ പാപവും നിന്റെ മോചനവും, നീ തരുന്ന പാപമോചനവും നോക്കുമ്പോൾ നിന്റെ മാപ്പാണല്ലോ റബ്ബേ വലുത്. ഇമാമുന ശാഫി തങ്ങളുടെ മഖാമുള്ളത് ഈജിപ്തിലാണുള്ളത്. ഈജിപ്തിൽ മഹാനവറുകളുടെ മഖാമ് അലക്സാൻഡ്രിയയിൽ നമുക്ക് സിയാറത്ത് ചെയ്യാനുള്ള അവസരം ഉണ്ടായി. ഇമാമുന ശാഫി തങ്ങളുടെ മഖാമിന്റെ മീതൊരു കുബ്ബുണ്ട്. ആ കുബ്ബന്റെ മീത് ഒരു ചെറിയൊരു ബോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെറിയൊരു ബോട്ട്, ഒരു കപ്പൽ, ചെറിയൊരു കപ്പലുണ്ട്. ഉലമാ പറയാണ്, കപ്പലോടുന്നത് എവിടെയാ? കടലിലാണ്. വിജ്ഞാനത്തിന്റെ കടലാണ് ആ താഴെ കിടക്കുന്നത് എന്നറിയിക്കാൻ ഇമാമുന ശാഫി തങ്ങളുടെ മഖാമിന്റെ ആ ഒരു കുബ്ബക്ക് മുകളിൽ ഒരു ചെറിയ കപ്പൽ വെച്ചിരിക്കുകയാണ്. ആ മഹാനവറുകൾ അവിടെയാണ്, ഈജിപ്തിലാണ് അന്ത്യവിഷമം കൊള്ളുന്നത്. അള്ളാഹു അവരോടൊപ്പം സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി തരട്ടെ. റബ്ബേ, നിന്റെ മാപ്പ് വലുതല്ലയോ റബ്ബേ, നീ ഒരുപാട് മാപ്പ് തരുമല്ലോ റബ്ബേ. അത് ഓർത്തു നോക്കുമ്പോ സമാധാനമുണ്ട് റബ്ബേ. നീ ഒരുപാട് ആൾക്ക് പുറത്തു കൊടുത്തില്ലേ, അതുകൊണ്ട് റബ്ബേ നീ എനിക്കും പുറത്തു തരുമോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു റബ്ബേ എന്ന് ഇമാമുന ശാഫി തങ്ങൾ അവസാനമായി പറഞ്ഞ വാക്കുകൾ. സുജൂദിൽ കിടന്ന് മരിച്ചവരുണ്ട്, ദിക്റിലായി മരിച്ചവരുണ്ട്, ആയിരക്കണക്കിന് ഖത്മുകൾ തീർത്ത് മരിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് വഴിയെ നമുക്ക് ചർച്ച ചെയ്യാം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല മരണങ്ങളുടെ ചില സൂചനകൾ പറഞ്ഞു തന്നു. ഒന്ന്, നുത്ഖുഹു ബികലിമത്തി തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുന്നത് നല്ല മരണത്തിന്റെ അടയാളമാണ്. അല്ലാഹു നമുക്കത് തരട്ടെ. മറ്റൊന്ന്, ഷഹീദായി മരിക്കാനുള്ള ഭാഗ്യം. മറ്റൊന്ന്, അവസാനം ചെയ്തത് ഒരു നന്മയായിരുന്നു, നന്മ ചെയ്ത് മരിക്കുക. അവസാനം ചെയ്ത കർമ്മം ഒരു നന്മയാണ്, അങ്ങനെ മരിക്കാൻ ഭാഗ്യം ഉണ്ടാവുക. മറ്റൊന്ന്, ശരീഅത്ത് പവിത്രമാക്കി വെച്ച 5 കാര്യമുണ്ട്. മഖാസിദു ശരീഅയിൽ മഹാന്മാര് പറഞ്ഞ വിഷയമുണ്ട്. ദീന്, നഫ്സ്, മാല്, ഇർദ്, അഖ്ല്. നമ്മുടെ ദീൻ, നമ്മുടെ ശരീരം, സമ്പത്ത്, അഭിമാനം, മനുഷ്യന്റെ ബുദ്ധി, ഇത് സംരക്ഷിക്കാൻ വേണ്ടി ഒരാൾ നടത്തുന്ന പടയോട്ടം, അതിലൊരു മനുഷ്യന് സംഭവിക്കുന്ന അപകടം, അത് നല്ല മരണമാണ്. ഏതെങ്കിലും മാരകമായ രോഗം പിടിപെട്ട് ക്ഷമിച്ചുകൊണ്ട് മരിക്കാൻ അല്ലാത്ത നല്ല മരണമാണ്. മൗത്തുൽ മർഅത്തി ഫീ നിഫാസിഹാ, ഒരു പെണ്ണ് കുഞ്ഞിന് ജന്മം കൊടുത്തിരിക്കെ പ്രസവാനന്തരം മരിക്കുന്ന മരണം ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നല്ല മരണമാണ്. അൽ മൗതു ബിൽ ഗർഖ്, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത്. വൽ ഹർഖ്, തീപിടിച്ച് മരിക്കുന്നത്. വൽ ഹദം, കെട്ടിടങ്ങളോ മറ്റോ താഴെ വീണ് ഉള്ളിലകപ്പെട്ട് മരിച്ചു പോകുന്നത് നല്ല മരണമാണ്. വൽ മൗതു ലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം മരിക്കുന്ന മരണം, അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിൽ ഉള്ള മരണം നല്ല മരണമാണ്. അല്ലാഹു ഇതൊക്കെ നമുക്ക് തരട്ടെ.